ഹരേ കൃഷ്ണ. ഒരുമിച്ച് വായിക്കാം. ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം ചിന്താമണി പ്രകര സത്മസു കൽപവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. വേണും കൊണന്തമരവിന്ദദളായതാക്ഷം ബർഹാവതം സമസിതാംബുദസുന്ദരാംഗം കന്ദർപ്പകോടികമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ലോലചന്ദ്രകലസത്പദമാല്യവംശി രത്നാംഗദം പ്രണയകേളീകലാവിലാസം ശ്യാമം ത്രിഭംഗലളിതം നിയതപ്രകാശം ഗോവിന്ദമാദിപുരുഷം ഭജാമി. അതും കൂടി വായിച്ചു നോക്കി. അംഗാണി യസ്യ സകലേന്ദ്രിയവൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സദുജ്വല വിഗ്രഹസ്യ ഗോവിന്ദമാദിപുരുഷം അഹം ഭജാമി. ഹരേ കൃഷ്ണ. അപ്പോ നമ്മള് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 24 വരെയല്ലേ കഴിഞ്ഞത് അല്ലേ? 24 കഴിഞ്ഞു. അപ്പോ നമ്മള് കണ്ടു ഏതാണ്ട് ഒരു 16-ാമത്തെ ശ്ലോകം മുതൽ അല്ലെ, നമ്മൾ പറഞ്ഞത് 16-ാമത്തെ ശ്ലോകം മുതൽ ആൾമോസ്റ്റ് ഒരു 30 വരെ 16 to 30 ശ്ലോകം വരെ ഭഗവാൻ ആത്മാവും പ്രത്യേകിച്ച് ആത്മാവും ശരീരം തമ്മിൽ വ്യത്യാസം, അതാണ് സാഖ്യം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഈ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് ഭഗവത്ഗീത സംഗ്രഹമാണ്. ഇതിനകത്ത് സാഖ്യയോഗം വരും, കർമ്മയോഗം വരും, ഭക്തിയോഗം വരും, ഭക്തിയോഗത്തിന്റെ ഒരു സൂചന വരും, പിന്നെ ജ്ഞാനയോഗം വരും, എല്ലാം വരും. ഈ 18 അധ്യായങ്ങളുടെ എല്ലാത്തിൻ്റെ ഒരു കുറേശ്ശെ ഇതിനകത്ത് നമുക്ക് കാണും. അപ്പോൾ നമ്മൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഒന്നും കൂടി വ്യക്തവും. ഇപ്പോ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാല് ഭഗവാൻ ആദ്യം ആ ഒരു ശരീരം ആത്മാവ് ഡിഫറൻസ് പറഞ്ഞു, പക്ഷെ എല്ലായിടത്തും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ കൂടുതലായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ആത്മാവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് അർജുനനോട് പറയുന്നത്. അതായത് നമ്മളോട് തന്നെ പറയും, നമുക്ക് മനസ്സിലാക്കണം കൂടുതലായിട്ട്. കാരണം നമുക്ക് അറിവില്ല അല്ലെ, നമ്മുടെ ആത്മാവ് എന്താന്നുള്ളത് നമുക്ക് അറിവില്ല. അപ്പോൾ ആ അറിവ് ഇപ്പൊ നമ്മൾ തന്നെ പ്രാർത്ഥനയിൽ ചൊല്ലുന്നു, ഓം അജ്ഞാന തിമിരാന്തസ്യ അല്ലെ, ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകിയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അപ്പൊ അജ്ഞാനമായ കടും തിമിരത്താൽ അന്ധനായ എനിക്ക് ആത്മീയ ഗുരുനാഥൻ ആ വിജ്ഞാനത്തിന്റെ ആ ഇത് വെച്ചാണ് അല്ലെ, ശലാകയ ആ ഇത് വെച്ചിട്ടാണ് എഴുതിയത്, അജ്ഞാനം അഞ്ജനം എഴുതിയെന്ന് പറഞ്ഞത്. അപ്പോ എന്താണ് അജ്ഞാനം? എന്താണ് അജ്ഞാനം അല്ലെ? ജ്ഞാനം ഇല്ലാത്തതാണ് അല്ലെ, ആ ജ്ഞാനമാണ്. എന്താണ് നമ്മുടെ അജ്ഞാനം? അജ്ഞാനം എന്തുകൊണ്ടാണ് നമ്മൾ അന്ധകാരത്തിലായിരിക്കുന്നത്? ഏതാണ് നമുക്കില്ലാത്ത ആ ജ്ഞാനം? ഏതാണ് ഇല്ലാത്തത്? എന്താണ് നമ്മുടെ ജ്ഞാനം? എന്താണ് നമുക്കില്ലാത്തത്? എന്താണ് നമ്മുടെ അജ്ഞാനം? ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അതാണ്. അതുകൊണ്ട് അത് പ്രധാനമാണ്. തീർച്ചയായും അതുണ്ട്. കാരണം അത് നോർമലി നമുക്ക് കിട്ടുന്ന ഒന്നല്ല. നമ്മൾ ഭൗതികമായി ഇവിടെ നമ്മൾ ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജനിച്ചു വളർന്ന് നമുക്കറിയാം. നമുക്ക് ഒരാളുടെ എക്സാമ്പിൾ എടുക്കണം, നമ്മുടെ സ്വന്തം എക്സാമ്പിൾ എല്ലാവരും എടുത്തു നോക്കുക. നമ്മൾ കൂടുതൽ എന്തിലാണ് വ്യാപൃതരായിരിക്കുന്നത്? ഭൗതിക കാര്യങ്ങളിലാണ്. സിമ്പിൾ അല്ലെ? കാരണം അതില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അത് വേണം, പക്ഷെ അതിന്റെ ഒപ്പം കൊണ്ടുപോകേണ്ട ഒരു കാര്യം നമുക്ക് അറിയില്ല, നമ്മളെ കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പോ നമ്മൾ കഴിഞ്ഞ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ അറിയുമ്പോ ഭഗവത്ഗീത 5 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഒന്ന് ജീവാത്മാവ്, പിന്നെ ഈശ്വരൻ അല്ലെ, പരമാത്മാവ്, ഈശ്വരൻ, പിന്നെ ഏതാണ് ഭൗതിക പ്രകൃതി, പിന്നെ കാലം, കർമ്മം. ഇതാണ് 5 കാര്യങ്ങൾ ഭഗവത്ഗീത നമ്മൾ ഈ 18 അധ്യായത്തിലൂടെ പോകും. അതിനകത്ത് നമ്മൾ പ്രധാനമായി അറിയേണ്ട മൂന്ന് ബന്ധങ്ങളാണ് ജീവാത്മാവും പ്രകൃതിയും പിന്നെ എന്തുമായിട്ടുള്ളത് ഭഗവാനുമായിട്ടുള്ള ഈ ത്രികോണ ബന്ധമാണ് നമുക്കറിയാം. ഈ ബന്ധം അറിയാത്തതാണ് നമ്മുടെ അജ്ഞാനം. അപ്പോൾ ജീവാത്മാവിനെ കുറിച്ച് അറിയില്ല എന്നത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ
അജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിനെക്കുറിച്ച് എന്താ ഇത്ര അറിയാം, ഇതിനെക്കുറിച്ചാണ് അറിയാനുള്ളത്. അപ്പൊ ഇത് നമ്മൾ എത്ര കേട്ടാലും നമുക്ക് മനസ്സിലാവാൻ, ഇത് ഉൾക്കൊള്ളാൻ നമുക്കാവില്ല. കാരണം നമ്മൾ അത്രയും, കാരണം നമ്മുടെ ജീവാത്മാവ് ഈ ശരീരം സ്വീകരിച്ചപ്പോ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അത് ഈ ശരീരം ചെയ്യുന്നതാണ് ഞാൻ എന്ന് ഉള്ള വിചാരം വന്നിരിക്കുന്നതാണ് പ്രശ്നം വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം, അതാണ് ഇവിടുത്തെ ശാസ്ത്രം. അപ്പൊ നമ്മൾ ഈ ഒരു ശരീരത്തിൽ വരുമ്പോൾ ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിച്ചുകൊണ്ട് ജീവാത്മാവ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ യഥാർത്ഥ ലക്ഷ്യം അത് മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജ്ഞാനം നമ്മളിലേക്ക് വരണമെങ്കിൽ കുറച്ച് ശ്രമം ആവശ്യമാണ്. അതാണ് ഭഗവാൻ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ 24, അതിന് മുന്നേ നമ്മൾ കണ്ടു. ആദ്യം ഇതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമുക്ക് ഇപ്പൊ 23 എടുത്തു കഴിഞ്ഞാൽ നൈനം ചിദ്ദന്തി ശസ്ത്രാണി നമ്മൾ പറഞ്ഞു അല്ലെ, അതിനെ ആയുധം കൊണ്ട് മുറിവേക്കാനാവില്ല. പിന്നെ നൈനം ദഹതി പാവക അല്ലെ, തീ കൊണ്ട് കത്തിക്കാനാവില്ല. പിന്നെ അതുപോലെ തന്നെ ന ചൈനം ക്ലേദ അന്ത്യ പോലെ വെള്ളം കൊണ്ട് വെള്ളം കൊണ്ട് അതിനെ നമുക്ക് നനയ്ക്കാനാവില്ല. ശോഷ യതിമാരിത കാറ്റുകൊണ്ട് അതിനെ ശോഷിപ്പിക്കാൻ ഉണക്കാനാവില്ല. പിന്നെ 24 നമ്മൾ അതിന്റെ എല്ലാം നൗൺ പോലെ അല്ലെ, ഓരോ വേർഡുകൾ കണ്ടു. അതുപോലെ തന്നെ അഛേദ്യം എന്ന് പറഞ്ഞു അല്ലെ, ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനാവില്ല എന്ന് നൈനം ചിദ്ദന്തി ശസ്ത്രാണി എന്ന് പറയുന്നതിന്റെ ഒറ്റ വാക്കായിട്ട് ഇവിടെ പറയുന്നു അഛേദ്യം, ഛേദിക്കാനാവില്ല. പിന്നെ അക്ലേദ്യോ അല്ലെ, അതിനെ വീണ്ടും അടുത്ത വാക്ക് പറയണ വെള്ളം കൊണ്ട് അലിയിപ്പിക്കാൻ പറ്റില്ല. പിന്നെ അതിന്റെ ഇടയിൽ അദാഹ്യോ വരുന്നുണ്ട് അല്ലെ, ദഹിപ്പിക്കാനാവില്ല, അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനാവില്ല. പിന്നെ അത് നിത്യമാണ്, അത് സർവഗത. നമ്മൾ കൂടുതൽ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്താണ് സർവഗത അല്ലെ. നമ്മൾ പറഞ്ഞു സൂര്യനിലെ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സൂര്യനിലെ ജീവൻ ഉണ്ടോ, ഉണ്ടാവാം, നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു വെള്ളത്തില് ജീവൻ ഉണ്ട്. അപ്പൊ സർവഗത 2 രീതിയിൽ നമ്മൾ പറഞ്ഞു അല്ലെ. സർവഗത എന്തൊക്കെ പറഞ്ഞു, 2 ആംഗിളിൽ നമ്മൾ സർവഗത മനസ്സിലാക്കി. ഒന്ന് ഓർക്കുണ്ടോന്നറിയില്ല. ഒന്ന് സർവഗത എന്ന് വെച്ചാൽ ഈ 84 ലക്ഷം ശരീരത്തിലേക്ക് ജീവാത്മാവ് പോയിക്കൊണ്ടിരിക്കും. എല്ലായിടത്തും സർവഗതനാണ്, എല്ലായിടത്തും പോകാൻ സാധിക്കും. അപ്പൊ ഏതിലും പോകാം, മനസ്സിലായി. ബ്രഹ്മാവാകാം, മനസ്സിലല്ലേ, ബ്രഹ്മാവും ആകാം. അപ്പൊ ഏതും ആവും. ഈ 14 ലോകത്തിൽ എവിടെയും കിടന്ന് ജീവാത്മാവിന് കളിക്കാൻ ഇവിടുന്ന് പോണവരെ. അപ്പോൾ ബ്രഹ്മാവിന്റെ പുഷ്ടി കിട്ടിയിരുന്ന ഒരു പ്രഭാഷണത്തിൽ ആരോ പറഞ്ഞു നമ്മൾ ആദ്യം ബ്രഹ്മാവായിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ബ്രഹ്മാവൊക്കെ നമ്മൾ ആദ്യം പിന്നെയാണ് നമുക്ക് ഇമ്പ്യൂരിറ്റീസ് കയറുന്നത്. അതെനിക്ക് മനസ്സിലായില്ല, പക്ഷെ പറയാം. അപ്പൊ അങ്ങനെ അപ്പൊ എന്തും ആവാം നമുക്ക്. ഇനി അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞു വെച്ചാല് ഈ ജീവാത്മാവ് എല്ലാ ശരീരത്തിലും സഞ്ചരിക്കുന്ന പോലെ സർവഗതയ്ക്ക് മറ്റൊരു അർത്ഥം എന്ന് വെച്ചാൽ എവിടെ ഈ 14 ലോകത്തിൽ എവിടെയും പോകാം, മനസ്സിലായി. അപ്പൊ അതിനകത്ത് ഭൂമിയിലും വരാം, സൂര്യനിലും ആവാം, വെള്ളത്തിലാവാം, എവിടെയാവാം. അപ്പോൾ സൂര്യനിൽ അപ്പൊ ജീവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ സർവഗത വാക്കവിടെ ഭഗവാൻ ഇടില്ലല്ലോ. അപ്പൊ ഭഗവാൻ പറയുന്നത് നിരപേക്ഷ സത്യമാണ്, ഭഗവാൻ അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ്, അപ്പൊ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്. അപ്പൊ ഭഗവാൻ പറയുന്ന ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ മീനിങ് നമ്മൾ എടുത്തേ പറ്റൂ. അതിനർത്ഥം നമുക്കറിയില്ല. ഇപ്പൊ വെള്ളത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, നമുക്ക് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ വെള്ളത്തിൽ ജീവിയല്ലേ ഉണ്ട് അല്ലെ. വെള്ളത്തിൽ മീനുണ്ട്, പല സാധനങ്ങളുണ്ട്, പല ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ജീവിക്കാം. അപ്പൊ നമ്മൾക്ക് പൊതുവെ പറ്റുന്ന എന്താ വെച്ചാൽ ആ ഞാൻ എന്നുള്ള ബോധം, ആ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ടല്ലോ നമുക്ക് മനുഷ്യന്. അപ്പൊ അതുള്ളത് കൊണ്ടുള്ളൂ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിന് പൊതുവെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ വെച്ചൊരു ജഡ്ജ്മെന്റ് നമ്മൾ എടുക്കും. അതാണ് നമുക്ക് പറ്റുന്നത്. അപ്പൊ നമ്മൾ പറയും അവിടെ ഒന്നുമില്ല, സൂര്യനിലൊന്നും ഒരാൾക്കും പോകാൻ പറ്റില്ല എന്ന് പറയും. നമ്മൾക്ക് പോകാൻ പറ്റാത്തതിനെയാണ് നമ്മൾ അങ്ങനെ ലിമിറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു ബോധം നമുക്ക് വരാനായിട്ടാണ് ഈ പല പല വാക്കുകൾ ഇവിടെ ഭഗവാൻ പറയുന്നത്. പിന്നെ നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് പോവാം. വീണ്ടും ഭഗവാൻ കണ്ടിന്യൂ ആണ്. ശ്ലോകം 25 ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം ഗീതാവിഷയ സംഗ്രഹം, അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം, ശ്ലോകം 25 അല്ലേ? അവ്യക്തോയം അചിന്യോയം അവികാര്യോയം മുച്യത്തെ. അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്യത്തെ.
തസ്മാദ് ഏവം വിദിത്വൈനം തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി നാനുശോചിതുമർഹസി അവ്യക്തോയം അചിന്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കും. അവ്യക്തോയം അചിന്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അവ്യക്തോയം അചിന്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അവ്യക്തോയം അചിന്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഹരേ കൃഷ്ണ. വേർഡ് മീനിങ് ഒരുമിച്ച് വായിക്കാം. അയം ഈ ആത്മാവ്, അവ്യക്ത അദൃശ്യനെന്നും, അചിന്യ അചിന്യനെന്നും, അയം ഇവൻ ജീവാത്മാവ്, അവികാര്യ മാറ്റങ്ങളില്ലാത്തവനെന്നും ഉച്യതേ പറയപ്പെടുന്നു. തസ്മാ അതുകൊണ്ട്, ഏനം ഈ ആത്മാവിനെ, ഏവം ഇപ്രകാരം, വിദിത്വ അറിഞ്ഞിട്ട്, അനുശോചിതും അനുശോചിക്കുവാൻ, ന അർഹസി നീ അർഹനല്ല. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈശ്രീ പ്രഭുപാദ്. അദൃശ്യനും അചിന്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത്. അദൃശ്യനാണ്, അതായത് ഇൻവിസിബിൾ ആണ്, അചിന്യൻ ഇൻകൺസീവബിൾ ആണ്, പിന്നെയുള്ളത് മാറ്റമില്ല, ഇമ്മ്യൂട്ടബിൾ അല്ലെങ്കിൽ അൺചേഞ്ചബിൾ ആണ്. അപ്പൊ വീണ്ടും മൂന്ന് കാര്യങ്ങളും കൂടി ഒരു റിപ്പീറ്റ് പോലെ തോന്നും, വീണ്ടും പറയുകയാണ്. ഇനി ഈ ശ്ലോകം, അടുത്ത 3 ശ്ലോകം ശ്രദ്ധിച്ചറിയാൻ എല്ലാം എൻഡ് ചെയ്യുന്നത് ശോചിതും അർഹസിയായിരിക്കും. 25, 26, 27 ലാസ്റ്റ് എല്ലാം അർഹസ്, ശോചിതും അർഹസി. എന്നാ അർഹസി, അർഹസി എന്ന് വെച്ചാൽ ഡിസർവ്, യു ഡിസർവ് ആണ്. എന്നാ അർഹസി എന്ന് വെച്ചാൽ നീ അർഹിക്കുന്നില്ല. എന്തർഹിക്കുന്നില്ല? നീ ഇങ്ങനെ വിലപിക്കാനായിട്ട് നീ അർഹിക്കുന്നില്ല. അപ്പൊ ഇനി അടുത്ത 3 കാര്യത്തിൽ വളരെ തീർച്ചപ്പെടുത്തി ഭഗവാൻ ശോചിതും അർഹസിയിലാണ് എൻഡ് ചെയ്യുന്നത്. 25, 26, 27. അത് വളരെ പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോ ഇവിടെ പറയാണ് 3 കാര്യങ്ങൾ പറയാണ്. അദൃശ്യനാണ്, അചിന്യനാണ്, മാറ്റമില്ലാത്ത, അല്ലെ, ഇൻവിസിബിൾ ആണ്, ഇൻകൺസീവബിൾ ആണ്, പിന്നെ അതുപോലെ മാറ്റമില്ല, ഇമ്മ്യൂട്ടബിൾ അല്ലെങ്കിൽ അൺചേഞ്ചബിൾ ആണെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് അതിനെ കുറിച്ചൊന്ന് നോക്കാം. അദൃശ്യനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ 17ാമത്തെ ശ്ലോകത്തിൽ കുറച്ച് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? അദൃശ്യമാവാൻ കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ഉദ്ദേശം നമുക്കൊരു മനസ്സിലാക്കാനായിട്ട് ഒരു വലിപ്പത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. തലമുടി നാരിന്റെ അഗ്രത്തിന്റെ അതിനെ 10,000 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിലൊന്ന്. അപ്പൊ നമുക്ക് ഓക്കെ, അദൃശ്യം തന്നെയാണ്. നമുക്ക് അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പോലും കിട്ടില്ല എന്നുള്ളൊരു സൈസിലേക്ക് നമ്മൾ, അത് നമുക്കറിയാം. അതാണ് ബാലാഗ്ര ശതഭാഗസ്യ ശതതാ കൽപ്പിതസ്യ ച. ആ ശ്ലോകം അവിടെ പറഞ്ഞിട്ടുണ്ട് ശ്വേതാശ്വത ഉപനിഷത്തിൽ. അപ്പൊ നമ്മൾക്ക് കണ്ണ് വെച്ച് കാണാൻ പറ്റില്ല, നമുക്കൊന്നും കാണാം. പക്ഷെ നമ്മൾക്കൊരു പ്രശ്നം അതാണ്, അല്ലെ, പലതും നമ്മൾ കാണാത്തത് പൊതുവെ നമ്മൾ അല്ലെ അംഗീകരിക്കുക എന്നുള്ളൊരു പ്രശ്നം നമുക്കുണ്ട്. പക്ഷെ നമുക്കറിയാം, മനസ്സ് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെ, അഹങ്കാരം നമുക്ക് കാണാൻ പറ്റില്ല എന്ന് അതുപോലെ തന്നെ നമുക്ക് ബുദ്ധി നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ആത്മാവ് ഉണ്ട് എന്നുള്ള നമ്മൾ ആദ്യം പഠിച്ചുള്ളൂ. ആത്മാവിന്റെ ലക്ഷണം അല്ലെങ്കിൽ അതിന്റെ ഇത് പറഞ്ഞു, നമ്മൾ അതിന്റെ പ്രസൻസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ നമ്മളതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. കാരണം അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് വേദമാണ്, അല്ലെ. വേദം നമ്മൾ പണ്ട് പറയില്ലേ,
ഇതിനെ വേദവാക്യമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതിനെ വേദവാക്യമായിട്ട് എടുക്കാം. എന്തുകൊണ്ടാണത് ആ ഒരു യൂസേജ് വന്നത്? വേദത്തിലുള്ള അപ്പാടെ വിഴുങ്ങണം എന്നാണ് പറയുന്നത്. കാരണം വേദത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വേദം വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്ന്, മനുഷ്യനാൽ എഴുതപ്പെട്ടതല്ല. നമ്മൾ മനുഷ്യനായിട്ട് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. വേദത്തില് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പാടെ എടുക്കാം. എന്ന് വെച്ചാൽ എടുക്കുമ്പോൾ നമ്മളത് കൃത്യമായി മനസ്സിലാക്കി എടുത്തില്ലെങ്കിൽ നമ്മളത് വേറെ വഴിയിലായിരിക്കും അതിന്റെ ഉപയോഗം വരുന്നത്. വേദത്തില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കർമ്മകാണ്ഡമുണ്ട്, ജ്ഞാനകാണ്ഡം, ഉപാസനയുണ്ട്. അപ്പൊ കർമ്മകാണ്ഡം മാത്രം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൂട്ടീവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഫലോദിഷ്ട കർമ്മങ്ങളിൽ പോയിട്ട് അതാണ് നമുക്ക് കൂടുതൽ സംഭവിക്കുന്നത്. നമ്മൾ അതാണ് അധികം ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ആചാരങ്ങളെല്ലാം വരുന്നത് വേദങ്ങളിൽ നിന്നാണ്. അപ്പൊ വേദവാക്യം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൃത്യമായ സോഴ്സിൽ നിന്നും നമ്മളത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ലക്ഷ്യം മാറിപ്പോകും. അപ്പോൾ അതാണ് ഒരു നമ്മൾ പ്രധാന കാര്യം. 15-ാം അധ്യായത്തില് 15-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, അഹം സർവസ്യ അതവിടെയല്ല, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അബോധനം ച വേദൈശ്ച വേദൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദ വിദേവ ചാഹം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം പറയുന്നത് സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു. മത്ത സ്മൃതിജ്ഞാനം അബോധനം ച, സ്മൃതി നമുക്കുള്ള ഈ ഓർമ്മ, ജ്ഞാനം നമുക്കുള്ള ഈ നോളജും അബോഹനം മറവിയും തരുന്നത് ഞാനാണ്. നോക്കണം. അപ്പോ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്, പരമാത്മാരൂപേണം നമുക്കറിയാം. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഓർമ്മയും മറ. അപ്പൊ നമുക്ക് സമയാസമയം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതും മറക്കേണ്ട കാര്യങ്ങളെ മറപ്പിക്കുന്നതും ഭഗവാനാണ്. കാരണം മറക്കേണ്ടതും ആവശ്യമാണ് ജീവിതത്തിൽ, അതും ആവശ്യമാണ്. ഓർമ്മയും ചില കാര്യങ്ങൾ നമുക്ക് ഓർത്ത് തന്നെ ഇരിക്കണം, ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകണം, എന്നാലും ജീവിതം മുന്നോട്ട് പോകും. അല്ലെ, ശരിയല്ലേ? ചില കാര്യങ്ങളൊന്നും നമുക്ക് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ സങ്കടകരമായ കാര്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ജീവിതത്തിൽ മറക്കേണ്ട കാര്യങ്ങൾ, അത് മറന്നു തന്നെ പോകണം. അപ്പൊ ഭഗവാൻ അതെങ്ങനെ സംഭവിക്കുന്നു അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് രണ്ടും കൂട്ടിയ 2+2 4 ആണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല, അല്ലെ? അതേസമയം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടില്ല. പണ്ട് കൂടെ പഠിച്ച സുഹൃത്തുക്കളെ നമ്മൾ മറന്നു പോയിട്ടുണ്ട്, ഫോൺ നമ്പർ ഫെമിലിയർ ആയിട്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? നമ്മൾ എപ്പോഴും രണ്ടും കൂട്ടിക്കൊണ്ടിരിക്കണല്ലോ, എന്നിട്ടും നമ്മൾ അത് ഓർത്തിരിക്കും. എന്താ വെച്ചാല് അപ്പൊ അവിടെ ആരാണ്? അതാണ് സയൻസ് ഓഫ് കൃഷ്ണ. അപ്പോ ഭഗവാനാണ് മത്ത സ്മൃതിജ്ഞാനം അപോഹനം ച. അപ്പൊ നമുക്ക് വേണ്ട ആ ഒരു സ്മൃതി, ഏത് വേണം ഇവന്, മനസ്സിലായില്ല? ഏത് ഇവന് നിലനിർത്തണം, എന്ത് ഇവന്റെ ഓർമ്മയിൽ കൂടുതൽ നിൽക്കണം, എന്ത് ഇവന്റെ ഓർമ്മയിൽ നിന്ന് പോണം, ഇതെല്ലാം അദ്ദേഹം തീരുമാനിക്കുന്നുണ്ട്, മനസ്സിലായില്ല? അപ്പൊ തീരുമാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പൊ ഒരു മൊബൈലില് കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ആ മൊബൈലിന്റെ ഒരു പ്രോഗ്രാം കറക്റ്റ് ആയിരിക്കണം, അതിന് കറക്റ്റ് ആയിട്ട് ഒരു പവറും ഒക്കെ വേണം, അല്ലെ? എന്നാലേ അത് കാണുള്ളൂ. എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു ചാർജ് ഉണ്ടായിരിക്കണം. ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് നമ്മളെ ചാർജ് ചെയ്ത് നിർത്തേണ്ടത്. അതില്ലാതെ ഭഗവാനിൽ അകന്നു പോകുമ്പോൾ ഈ മത്തസ്മൃതി ജ്ഞാനമൊക്കെ എല്ലാം താറുമാറാവും. കാരണം നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നാലേ ഇതെല്ലാം കൃത്യമായിട്ട് വർക്കാവുള്ളൂ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ജീവാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർട്സിലാണ്, അംശമാണ്. അപ്പൊ എപ്പോഴും അംശം, നമ്മൾ കഴിഞ്ഞവണ പറഞ്ഞു നമ്മൾ പൂർണ്ണനാണോ എന്നൊരു ചോദ്യം ചോദിച്ചു, അല്ലെ? നമ്മൾ പൂർണ്ണനാണോ എന്ന് ചോദിച്ചു. എന്താണ്? നമ്മൾ പൂർണ്ണൻ തന്നെയാണ്. ജീവാത്മാവ് ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മളും പൂർണ്ണമാണ്. പക്ഷേ നമ്മൾ പൂർണ്ണമാവണമെങ്കിൽ ആ പൂർണ്ണന്റെ വിഭുവിന്റെ കൂടെ നിൽക്കണം, ചേർന്ന് നിൽക്കണം. ആ ബന്ധം എന്ന് വെച്ചാൽ ഒട്ടിയിരിക്കണം എന്നില്ല, ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യലാണ് നമ്മുടെ യോഗ എന്ന് പറയുന്നത്, ഭക്തി യോഗ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ ഈ ഭഗവത്ഗീത പഠിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ജീവാത്മാവ് പരമാത്മാവായിട്ട് ബന്ധം സ്ഥാപിച്ചു നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ സ്മൃതിജ്ഞാനം അപോഹനം ഒക്കെ കൃത്യമായിട്ട്, പ്രോഗ്രാം ഒക്കെ കൃത്യമായിട്ട് റണ്ണാവും. ഇല്ലെങ്കിൽ പ്രോഗ്രാം ഇടയ്ക്ക് താറുമാറാവും. കാരണം വെച്ചാൽ നമ്മളാണ് തീരുമാനിക്കുന്നത് പലതും ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ റോൾ കുറഞ്ഞു. അപ്പൊ നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ ഭഗവാൻ അച്യുതനാണ്, അല്ലെ? സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. 1.2 നമ്മൾ ആദ്യം ഭഗവാന്റെ ഒരു പേര് അവിടെ അർജുനൻ ആദ്യമായിട്ട് പറയുന്ന ശ്ലോകമാണ് 21-ാമത്തെ ശ്ലോകം, 1-ാമത്തെ അധ്യായത്തിൽ. അവിടെ അച്യുത എന്നാണ് വിളിക്കുന്നത്. അന്ന് നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു, ഓർക്കണ്ടോന്നറിയില്ല. അച്യുത എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ആർക്ക് ചുതിയില്ല? ചുതിയില്ലാത്തവനാണ് അച്യുതൻ. എന്തിനാണ് അവിടെ ചുതിയില്ലാത്തത്? ആർക്ക് ചുതിയില്ല? ആലോചിച്ച് നോക്കി. ചുതിയില്ലാത്തവനാണ് അച്യുതൻ, അതാണ് വിളിച്ചു. പക്ഷെ എന്തിനാ ചുതിയില്ലാത്തത്? ഭഗവാനാണ് ചുതിയില്ലാത്തത്, നമുക്കാണ് എന്തുകൊണ്ടാണ് അച്യുത എന്നുള്ള പേര് വന്നത്? ചുതിയില്ലാത്തവനാണ്. യെസ്, ഭഗവാൻ അല്ലെങ്കിൽ ചുതിയില്ല. പക്ഷെ എന്നിട്ടും അച്യുത എന്ന് വിളിക്കുന്നതിന് ഒരു കാരണം നമ്മൾ പറഞ്ഞു.
പറഞ്ഞോളൂ. ച്യുതി എന്ന് പറഞ്ഞാൽ നാശം, അച്യുതനാണ്. അപ്പോ ഒരു നാശമില്ലാത്തവനാണ്. അപ്പോ എന്താണ് അവിടെ നമ്മൾ പറഞ്ഞിരുന്നു അത് അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ച്യുതി ഇല്ലാത്തത് എന്ന് വെച്ചാൽ ഭഗവാൻ ഒരു ഒരു പല ശക്തികളുണ്ട്. ഭഗവാൻ ഒരുപാട് ശക്തികളുണ്ട്. ആ ശക്തികളിൽ ഭഗവാന്റെ ഏറ്റവും കൂടിയ ശക്തി ഏതാണെന്നറിയോ? കൃപാശക്തി എന്ന് പറയും. കൃപാശക്തി എന്ന് പറഞ്ഞാൽ മേഴ്സി, കരുണ. ഭഗവാന്റെ കരുണയാണ് ഏറ്റവും ഹൈലൈറ്റ്. കൃപാശക്തിയാണ് ഭഗവാന്റെ ഏറ്റവും സ്ട്രോങ്. അപ്പൊ ഭഗവാനുമായിട്ട് ഒരാൾ ഭക്തനായാൽ, നമുക്ക് ഭക്തനാവാൻ പല മാർഗങ്ങളുണ്ട്. നമുക്ക് ശാസ്ത്രീയമായിട്ട് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എല്ലാം ചെയ്യാം. അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ എപ്പോഴും പറയുന്നുണ്ടാണ് ശ്രവണം, കീർത്തനം, ശ്രവണം എപ്പോഴും. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഭഗവാനുമായിട്ട് നമ്മളൊരു ഭക്തി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് വിചാരിക്കുക, ആത്മാർത്ഥമായി ശരിക്കുള്ള ഒരു ഭക്തി വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഭഗവാന്റെ ഭക്തനായാൽ, വൺസ് ആ ലിങ്ക് ഫോം ആയി കഴിഞ്ഞാൽ ഭഗവാൻ ഭക്തനെ പിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതാണ് ച്യുതിയില്ലാത്തത്. അതിന് ച്യുതിയില്ല. അച്യുത എന്ന് വിളിച്ചാൽ ഭഗവാൻ ഒരു ആള് ഭക്തനായി എന്ന് മനസ്സിലായി. ഭഗവാനെ അത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മുടെ കള്ളത്തരം ഭഗവാന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഭാവം ഭക്തിഭാവമാണെങ്കിൽ ഒരു തവണ അത് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യും. നമ്മൾ ഭഗവാനുമായിട്ട് ഒരു ആത്മാർത്ഥ ഭക്തിയിലായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഭഗവാനൊക്കെ വിട്ടിട്ട് വേറെ വഴിക്ക് പോയി എന്ന് വെച്ചാലും ഭഗവാൻ വിടില്ല. അതാണ് അച്യുതൻ. മനസ്സിലായില്ലേ? വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അച്യുതൻ എന്ന് വിളിക്കുന്നത്. കാരണം ഭഗവാൻ ഭക്തനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കലും ച്യുതി സംഭവിക്കുന്നില്ല, നാശം സംഭവിക്കുന്നില്ല. ഏറ്റവും പ്രധാന അതിന്റെ ഒരു എക്സാമ്പിൾ കഥയാണ്. ഒരുപാട് കഥകളുണ്ട്. ഭാഗവതം വായിക്കുന്നുള്ള അജാമിളന്റെ കഥ അറിയാം. അജാമിളൻ എന്നൊരു ബ്രാഹ്മണന്റെ കഥ കേട്ടിട്ടുണ്ടാവില്ല. അജാമിള മോക്ഷം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അജാമിളന് സംഭവിക്കുന്ന എന്താണ്? അജാമിളന്റെ കഥ ജസ്റ്റ് പറയാം ചുരുക്കി. അജാമിളൻ ഒരു ബ്രാഹ്മണനായിരുന്നു, ഒരു ബ്രാഹ്മണ കുട്ടിയായിരുന്നു. അപ്പൊ ഈ ബ്രാഹ്മണ കുട്ടി തുടക്കത്തില് ഭഗവാന്റെ നല്ല ഭക്തനായിരുന്നു. എല്ലാം ക്രമമായിട്ട് ഭക്തിയെല്ലാം പരിശീലിച്ച് നല്ല പ്രാക്ടീസ് ചെയ്ത് ഭഗവത് ഭക്തനായി അജാമിളൻ. പക്ഷെ അജാമിളൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു ദിവസം പൂ പറിക്കാനായിട്ട്, അന്ന് പൂ പറിക്കാൻ പോകേണ്ട കാര്യമില്ല, പൂ മേടിക്കേണ്ട ആവശ്യമില്ല. പൂ പറിക്കാനായിട്ട് കാട്ടിൽ പോകുമ്പോൾ ഒരു വേശ്യ സ്ത്രീ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കണ്ടിട്ട് അവരിൽ ആകർഷകനായിട്ട് ഇദ്ദേഹം എന്ത് വെച്ചാൽ ആ സ്ത്രീയുടെ കൂടെ ഈ ജീവിതം ഇതെല്ലാം വിടും. എല്ലാവിധ ധർമാനുസൃത കർമ്മങ്ങളും ഭക്തിയുത സേവനം എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ സ്ത്രീയുടെ കൂടെയായിട്ട് ഒരുപാട് അവരുടെ കൂടെയായി ഈ ബ്രാഹ്മണന്റെ ജീവിതം നോക്കണം. പിന്നെയുള്ള ജീവിതത്തിൽ അദ്ദേഹം ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ലൗകിക ജീവിതത്തിലാണ്. ഒരുപാട് കുട്ടികളെ കൊണ്ടായി. അവസാനം അദ്ദേഹം വളരെയധികം പ്രായമായി നല്ല മരിക്കണ ഒരു അവസ്ഥയിലായി. ഇപ്പൊ അവസാനം ഉണ്ടായ കുട്ടിയുടെ പേര്, കുറെ കുട്ടികളുണ്ട്, കുട്ടിയുടെ പേര് നാരായണൻ എന്നാണ് പേരിട്ടിരുന്നത്. അവസാനം ഉണ്ടായ ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അജാമിളൻ. അപ്പൊ അജാമിളിന് ഭയങ്കര വാത്സല്യം വരുന്നു ആ കുട്ടിയോട്. കാരണം അജാമിളിന്റെ ഉള്ളിൽ ഒരു ഭക്തനുണ്ട്. പക്ഷെ അജാമിളൻ പോലും അറിയാണ്ടത് അജാമിളന്റെ സൈഡിൽ നിന്ന് ഡിസ്കണക്ട് ആയി. പക്ഷെ അച്യുതൻ അത് ഡിസ്കണക്ട് ചെയ്യില്ല. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കുട്ടിയെ എപ്പോഴും നാരായണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ നാരായണ എന്ന് വിളിക്കുമ്പോൾ അജാമിളൻ മകനെ വിളിക്കുന്ന നാരായണ ഭാവം എന്ന് പറഞ്ഞ മൂർധന്യ വാത്സല്യ ഭാവമാണ്. അതായത് ഭക്തിയുടെ ഭാവത്തിലാണ്. അപ്പൊ നാരായണ എന്ന് വിളിക്കുമ്പോൾ എല്ലാം ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഒരാൾ എന്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ മോൻ വിളിയേക്കുന്നതിന്റെ ഒപ്പം ഒരാള് അവിടെ നിന്ന് വിളിയേക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അതുപോലെയാണ് നാരായണൻ വിളിക്കുന്നത്. നോക്കണം, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മളൊരു പേര്, അതാണ് ഈ പണ്ടത്തെ പേരുകൾ ഇടുന്ന ശ്രദ്ധിച്ചിട്ടില്ല. പേരൊക്കെ കൃഷ്ണനും നാരായണനും ഒക്കെ ഇടുന്നത് എന്തുകൊണ്ടാണ് അല്ലെ? അങ്ങനത്തെ എന്ന് വെച്ചാൽ അത്തരം പേരുകൾ വേണുഗോപാലൊക്കെ അല്ലേ വരുള്ളൂ അന്നത്തെ. കാരണം അതിന്റെ ഗുണം ആ വിളിക്കുന്നവർക്കുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ വിളിക്കുന്ന ഭാവം കൂടി ശരിയായാലോ. ഇവിടെ എന്ത് സംഭവിച്ചു വെച്ചാല് ഇദ്ദേഹത്തിന്റെ മരണസമയമായപ്പോ നമ്മുടെ വേദം പറയുന്നു, മരണസമയത്ത് യമദൂതന്മാര് വരും. യമദൂതന്മാരുടെ വേഷം കറുത്ത രൂപത്തിലായിരിക്കും അവർ വരുന്നത് എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. വിഷ്ണുദൂതന്മാര് വെളുത്ത നിറത്തിലായിരിക്കും വരുന്നത്. അപ്പോ ഈ ഇദ്ദേഹത്തിന്റെ മരണസമയമായപ്പോ യമദൂതന്മാര് ലിസ്റ്റ് പ്രകാരം യമദൂതന്മാര് വന്നു കഴിഞ്ഞപ്പോ യമദൂതന്മാര് വന്ന് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാന്ന് വിചാരിക്കുമ്പോ ഇദ്ദേഹത്തിന്
എന്തോ പ്രശ്നം മനസ്സിലായപ്പോൾ ആ ഭയത്തിൽ ഇദ്ദേഹം മകനെ വളരെ വാത്സല്യത്തോടെ നാരായണ നാരായണ എന്ന് വിളിച്ചു. നാരായണ എന്ന് വിളിച്ചപ്പോൾ തന്നെ ഭഗവാൻ കേട്ടു. ഭഗവാൻ ഉടനെ വിഷ്ണുദൂതന്മാർക്ക് മെസ്സേജ് കൊടുത്തു, ഒരു ഭക്തൻ എന്നെ വിളിക്കേണ്ടെന്ന് പറഞ്ഞു. നോക്കണം, ഇത്രയും വർഷമായിട്ട് ഭഗവാൻ, ചെറുപ്പത്തിൽ കുറച്ച് നാളെ ഭഗവാനെ ധ്യാനിച്ചതേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന് യാതൊരു ബന്ധവും, ഫുൾ ലൗകിക ജീവിതത്തിലായിരുന്നു. അപ്പൊ വിഷ്ണുദൂതന്മാർ വന്നപ്പോൾ യമദൂതന്മാരെ തടഞ്ഞു. അപ്പൊ ഇവര് ചോദിച്ചു, ഞങ്ങൾക്ക് അസൈൻമെന്റ് കിട്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പൊ പറഞ്ഞു, അപ്പൊ ഇവര് പറയും, ഇല്ല, ഞങ്ങൾക്ക് ഓർഡർ ഉണ്ട്, നിങ്ങൾ തൊടാൻ പാടില്ല. അപ്പൊ ഇവര് തിരിച്ചു പോയിട്ട് യമരാജാവിനോട് പറയും, അവിടെ വിഷ്ണുദൂതന്മാർ വന്നിട്ട് അജാമിളനെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ പറയും, വിഷ്ണുദൂതന്മാർ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ഭഗവാൻ എന്തോ ഉണ്ട്, നമ്മൾ കയറി ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് വിടും. അങ്ങനെ അവർ പിന്മാറി കഴിയുമ്പോൾ ഈ ഒരു സംഭവം അജാമിളന് ഇത് മനസ്സിലാകും. അജാമിളിന് ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുമ്പോൾ അജാമിളിന് കാര്യം മനസ്സിലാക്കുകയും, വേറെ എന്തോണ്ട് ഞാൻ കൂടുതൽ ഓർക്കുന്നില്ല, ഭാഗവത്തിലുണ്ട്. അപ്പോൾ അജാമിളൻ പിന്നെ അങ്ങോട്ട് 20 വർഷം, എത്രയോ വർഷം അല്ലേ, എത്രയോ വർഷം ഇനിയും, പിന്നെ 20 അല്ല, എത്രയോ വർഷം, എത്രയോ വർഷം പിന്നെയും ജീവിക്കും. എങ്ങനെ ജീവിക്കും എന്ന് വെച്ചാൽ ഒരു ഭക്തനായിട്ട് ജീവിച്ച് അദ്ദേഹം മോക്ഷപ്രാപ്തി നേടുന്നതാണ്. അപ്പൊ നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഭാഗവതത്തിൽ വിവരിക്കുന്ന അജാമിളൻ. അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെ ശരിയായ കാര്യം തന്നെയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അതാണ് ഭഗവാൻ അച്യുത എന്ന് വിളിക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ അത്രയും ഇതായിട്ടും അപ്പോ നമുക്ക് അങ്ങനെ ആകാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എങ്ങനെ ഭഗവാനുമായിട്ട് ആ ബന്ധം, ആ ആത്മാർത്ഥതയെ പോലെ ഭഗവാൻ കൈവിടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഭഗവാനെ ആണ് നമ്മൾ, ആ ഭഗവാന്റെ അംശമാണ് നമ്മൾ, അല്ലെ? ആ ഒരു അച്യുതന്റെ അംശമായി നമ്മൾക്ക് ആ ഒരു പൂർണ്ണത നമ്മളിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഭഗവാന്റെ കൂടെ, ആ ഭഗവാനുമായിട്ട്, ഇപ്പൊ നോക്കുക, അജാമിളന് പോലും അത്രയും കുറച്ചുനാൾ ഡിസ്കണക്ട് ആയിട്ട് പോലും ഭഗവാൻ കൈവിട്ടില്ല. കാരണം അവിടെ ആ വിളി, കാരണം ആ വിളിയിൽ അത് വന്നു. അതാണ് നാമത്തിന്റെ പ്രാധാന്യം. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് കലിയുഗത്തില് നമ്മൾ ഗ്രന്ഥരൂപേണ ഭഗവാനുണ്ട്, ഭഗവത്ഗീത രൂപേണയും ഭഗവാനുണ്ട്, നാമരൂപേണയും ഭഗവാൻ നമ്മുടെ കയ്യിൽ. അതാണ് നമുക്ക് ശരിക്കും നാമസങ്കീർത്തനമാണ് നമുക്ക് കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള ധർമ്മവും. അപ്പോൾ നമ്മൾ നാമം തന്നെ ജപിച്ചാൽ തന്നെ നമ്മുടെ കലിയുഗത്തിൽ നമുക്ക് നമ്മുടെ ഇത് നടക്കും. നമ്മൾ എന്തൊക്കെ ഈ ഭൗതിക ലോകത്തിൽ എത്രത്തോളം ഇടപഴകി ജീവിച്ചാലും നമുക്കിപ്പോ പോയിട്ട് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യാൻ നമുക്കിപ്പോ സാധിക്കണ കാര്യമല്ലോ. നമുക്കിപ്പോഴത്തെ എല്ലാ മോഡേൺ ഇതിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും. പക്ഷെ അപ്പോഴൊക്കെ ഭഗവാനെ നമ്മൾ കൂടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാനും നമുക്ക് ഭഗവാന്റെ ആ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. വീണ്ടും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു, മുൻപ് വിവരിച്ചതുപോലെ ഭൗതികമായ നമ്മുടെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഏറ്റവും ശക്തിമത്തായ സൂക്ഷ്മദർശിനികളുടെയും കാണാത്തക്ക വിധം, കാണാനാവാത്ത വിധം സൂക്ഷ്മതമമാണ് ആത്മാവ്. തന്മൂലം അദൃശ്യനും തന്നെ. ആത്മാവിന്റെ സത്തയെക്കുറിച്ചാവട്ടെ ശ്രുതി അഥവാ വേദജ്ഞാനത്തിലൂടെ അല്ലാതെ പരീക്ഷണങ്ങളിലൂടെ ഉറപ്പുവരുത്താൻ ആത്മാവില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്കെല്ലാം പരീക്ഷിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ, അല്ലെ? അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ പരീക്ഷണം, ആത്മാവ് എന്ന് പറയുന്നത് ട്രാൻസെൻഡന്റൽ ആണ്, അതീന്ദ്രിയമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ തലത്തിന് മുകളിലുള്ള സാധനം. നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനവും ഇവിടെ ഉള്ളത് നമ്മളുണ്ടാക്കിയതാണ്, അല്ലെ? നമ്മളുണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഭൗതികമായ കാര്യമാണ്. ആ ഭൗതികമായ ഒരു സാധനം കൊണ്ട് നമുക്കൊരു ഭൗതികമല്ലാത്താല് അതീന്ദ്രിയമായ ഒരു കാര്യത്തിന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാവണം. ഒരു സ്പിരിറ്റ് സോളിനെ നമുക്കൊരു മെറ്റീരിയൽ ആയിട്ടൊരു മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നൊരു അതുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത് രണ്ട് തലത്തിൽ കിടക്കുന്ന ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവും. നമുക്കിത് ഒരു ബുദ്ധിമുട്ട് വരും, കാരണം വെച്ചാൽ നമ്മൾ ഭൗതിക തലത്തിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് അതല്ലാത്തൊരു കാര്യത്തിന് നമുക്ക് ചിന്തിക്കാനാവില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ആ ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള ഒരു സാധനം നമ്മളുണ്ടാക്കിയ ഒരു മൈക്രോസ്കോപ്പ് വെച്ചൊന്നും നമ്മൾക്ക് കണ്ടുപിടിക്കാനാവില്ല. അതാണ് ഇവിടെ പറയുന്നൊരു കാര്യം. പിന്നെ പറയുന്നു, വിശിഷ്ടമായ പ്രാമാണിക വാക്യങ്ങളെ ആധികാരികമാക്കി പൂർണ്ണമായും സ്വീകരിക്കേണ്ടവയായിട്ട് പല വിഷയങ്ങൾ നമുക്കുണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ പ്രഭാതത്തിന് പറയുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നമുക്കെല്ലാം പരീക്ഷിച്ചറിയാൻ പറ്റില്ല. നമുക്ക് ചിലത് ഇപ്പൊ നമ്മൾ തന്നെ പറയുന്നു, അല്ലെ, 1+1 2. എന്തുകൊണ്ട് 1+1 2 ആയി, 1+1 4 ആയിക്കൂടാ? എന്താ പണ്ട് പോലെ അങ്ങനെയാണ്, അല്ലെ? അതങ്ങനെ, അതായത് നമ്മൾ ചില ബേസുകൾ നമ്മൾ എടുത്ത് അങ്ങനെ തുടങ്ങേണ്ടി വരും, അല്ലെ? അത് എന്തുകൊണ്ട് 1ഉം 1ഉം അങ്ങനെയാ, അല്ലെങ്കിൽ 2x2 ഇത്രയായി എന്നുള്ള ചിലതൊക്കെ ഒരു ബേസുകൾ ഉണ്ട്. അതിനെ നമ്മൾ അവിടെ നിന്നാണ് വിശ്വസിച്ച് പോരുന്നത്. അതിന്റെ പുറകോട്ട് ചിലപ്പോൾ നമുക്ക് അതിന്റെ സോഴ്സ് കണ്ടെത്താനാവില്ല എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നു, ഒരു കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് അറിയണമെങ്കിൽ, ഇപ്പൊ ആ കുട്ടി ഇപ്പൊ ശാസ്ത്രീയമായിട്ട് ആ കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഇപ്പൊ നമുക്ക് DNA ടെസ്റ്റുകളുണ്ട്, അല്ലെ? പക്ഷെ ഒരു കുട്ടിക്ക് ഒരു അച്ഛൻ ആരാന്ന് അറിയില്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ആൾക്കാരെ മുഴുവൻ DNA ടെസ്റ്റ് നടത്താൻ പറ്റും? നടക്കുന്ന കാര്യമല്ല.
പക്ഷെ ഏറ്റവും കറക്റ്റ് എന്താ, ആധികാരികമായ സോഴ്സ് ആരാണ്? അമ്മയാണ്, അല്ലെ? അമ്മയോട് പോയിട്ട് കുട്ടി പറയണം എന്റെ അച്ഛനാണ്, ഇതാണ് നിന്റെ അച്ഛൻ എന്ന് കാണിക്കുമ്പോൾ അവിടെ ആ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ അതാണ് വേദം. അപ്പൊ നമ്മുടെ അമ്മ വേദമാണ്. അപ്പൊ ആ കുട്ടിയുടെ അമ്മ സ്വന്തം അമ്മയാണ്, അച്ഛനെ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ അച്ഛനെ ആത്മീയതയിൽ നമ്മുടെ അച്ഛനെ വേദമാവുന്ന അമ്മ കാണിച്ചു തരും. അപ്പൊ ആ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരാണ് നമ്മുടെ പരമ്പര. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അതാണ് വേദവാക്യം. ഇതെന്താ വേദവാക്യമോ, വേദവാക്യമായിട്ട് എടുക്കണം നമ്മൾ പറയുന്ന യൂസേജ് ഒന്നും അതുകൊണ്ടാണ്. കാരണം ചില കാര്യങ്ങൾ വേദത്തിൽ നിന്നുള്ളത് നമ്മൾ അപ്പാടെ വിഴുങ്ങേണ്ടി വരും. അതാണ് കാരണം എവിടെയെങ്കിലും ഒരു പോയിന്റ്, കാരണം ആ വേദം വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്ന്. അപ്പൊ ആ ഒരു സാധനം നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. കാരണം അത് അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകും. പക്ഷെ അതിനുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനുശേഷം വരുന്നതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം. നമുക്കത് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി തന്നെ എടുക്കണം. പക്ഷെ ചില കാര്യങ്ങളുടെ തുടക്കം നമ്മൾ വേദത്തിൽ പറയുന്നത് അപ്പാട് സ്വീകരിക്കുക. അതാണ് പറയുന്നത്, നമുക്ക് പരീക്ഷിക്കാതെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതൊരു കാര്യം. പിന്നെ അമ്മയുടെ വചനം നമ്മൾ ഇതാവില്ല, അതുകൊണ്ട് വേദം അതാണ് മറ്റു വഴിയില്ല എന്ന് പറയുന്നത്. കണ്ടോ, മാനുഷിക പരീക്ഷണങ്ങളിലൂടെയുള്ള വിജ്ഞാനം കൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ആത്മാവ് ബോധവും അവബോധവും ഉള്ളതാകുന്നു എന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. അതായത് ആത്മാവ് ബോധമാണ് എന്ന് വെച്ചാൽ ആത്മാവ് എന്ന് വെച്ചാൽ ബോധമാണ്. ബോധം എന്ന് വെച്ചാൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ആത്മാവാണ്. അവബോധവുമാകുന്നു, അതിന് അവബോധവുമുണ്ട്, അത് കോൺഷ്യസുമാണ്. ആത്മാവ് ഈസ് കോൺഷ്യസ്നസ് ആൻഡ് ആത്മാവ് ഈസ് കോൺഷ്യസ് എന്നാണ് ആ രണ്ട് വാക്കോട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ. അപ്പൊ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ശരീരത്തിന് എന്ന പോലെ പരിണാമ ഭേദങ്ങൾ ആത്മാവിന് ഉണ്ടാവില്ല, അതാണ് ഒരിക്കലും മാറ്റം. അതാണ് ഇവിടെ പറയുന്നില്ലേ, അവ്യക്തോയം അചിന്യോയം അല്ലെ അവികാര്യോയം മുച്യതേ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാല്, അവികാര്യം എന്ന് വെച്ചാൽ മാറ്റങ്ങളില്ലാത്തവൻ എന്ന് പറയും. ഇതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇവിടെ പറയുന്നുണ്ട് പരമാത്മാവ് ജീവാത്മാവിനെ അപേക്ഷിച്ച് മാറ്റമില്ല. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയാൻ കാരണം, നമുക്കൊരു തോന്നലുണ്ട്, നമ്മൾ പല പല തത്വങ്ങളിലൂടെ നമ്മൾ ഈ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്, അല്ലെ? നമ്മള് തത്വമസി നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? അഹം ബ്രഹ്മാസ്മി നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ജീവാത്മാവാണ്, നീ തന്നെയാണ്, നമ്മൾ തന്നെയാണ് ഭഗവാൻ, നമ്മൾ തന്നെയാണ് ദൈവം, അല്ലെ? നീ അതാകുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ തത്വമസിയിൽ കേൾക്കുന്നത്. അഹം ബ്രഹ്മാസ്മി അത് തന്നെ, നമ്മൾ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ജീവാത്മാവ് ഒരു സമയത്ത് എന്താവും? പരമാത്മാവും, അല്ലേ? ഇവിടെ പറയാണത് അവികാര്യോയം എന്ന് വെച്ചാൽ ഈ ജീവാത്മാവിന് മാറ്റമൊന്നും സംഭവിക്കില്ല. കാരണം ഭഗവാൻ എന്ന് പറയുന്ന പരമാത്മാവ് സൂപ്പർ സോളാണ്, ഭഗവാൻ വിഭുവാണ്. ആ ഭഗവാന് പല കാര്യങ്ങളും, അതിനാണ് ഭഗവാൻ ആദ്യമേ പറയുന്നുണ്ട്, നിനക്ക് 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നിനക്ക് എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ നിനക്ക് ഓർമ്മയില്ല, പക്ഷെ നീയും ഈ എല്ലാവരും എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ഭഗവാൻ ഓർത്തിരിക്കും. പക്ഷെ നമുക്ക് കപ്പാസിറ്റി, നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്നലെ കഴിച്ച കാര്യം വരെ നമ്മൾ മറന്നു, അല്ലെ? പ്രധാന കാര്യങ്ങൾ പോലും നമ്മൾ 2 ദിവസം കൊണ്ട് മറന്നു പോകും, അല്ലെ? എന്തോരം കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അത്രയും നമ്മുടെ കപ്പാസിറ്റി ഉള്ളു. അപ്പൊ നമ്മള് എല്ലാം ഓർത്തൊരു പരമാത്മാവ് ആവില്ല. അതാണ് ഇവിടെ ഇതാണ് പറയുന്നത്. അത് വേറിട്ട് തന്നെ നിൽക്കും എന്നുള്ള ആ ഒരു ഇതിനെ ഉറപ്പിക്കാനായിട്ടാണ് ഭഗവാൻ ഈ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ആ അവികാര്യോയം എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും മാറ്റമില്ലാത്തതുകൊണ്ട് അമേയമായ പരമാത്മാവിനെ അപേക്ഷിച്ച് അണുമാത്രനായിരിക്കുന്നു ജീവാത്മാവ്. പരമാത്മാവ് അമേയനാണ്, ജീവാണു ആകട്ടെ അതിസൂക്ഷ്മം. അത് അമേയം എന്ന് വെച്ചാൽ അത്രയും വലുതാണ്. പക്ഷെ ജീവാത്മാവ് അതിസൂക്ഷ്മമാണെന്നാണ് ഭഗവാന് കാണിക്കുന്നതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വരൂപമൊക്കെ എടുക്കാൻ സാധിക്കും. ഒരു പവറിലെത്തിക്കഴിഞ്ഞാൽ വിശ്വരൂപമൊക്കെ ഭഗവാൻ കാണിച്ച പോലെ മുഴുവൻ ഭൂമി, സകല എല്ലാ ലോകങ്ങളും നമുക്ക് കാണിക്കാൻ സാധിക്കും. അതൊന്നും നമുക്ക് ആർക്കും കാണിക്കാൻ സാധിക്കും. നമുക്കെന്നല്ല, എത്ര ഒരു യോഗി ലെവലിൽ ചെന്നാലും നമുക്കത് കാണിക്കാൻ ജീവാത്മാവിന് സാധിക്കില്ല. അപ്പോ പറയുന്നതാണ്, അതുകൊണ്ട് അതിസൂക്ഷ്മമായ ആ ജീവാണുവിന് പരിണാമങ്ങളില്ലായകയാൽ ഒരിക്കലും അപരിമേയനായ പരമപുരുഷനോട് അഥവാ ശ്രീ ഭഗവാനോട് തുല്യനാകാൻ വയ്യ. ആത്മാവിന്റെ അസ്തിത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ആശയം പല വേദങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയമാണെങ്കിലും പിഴ കൂടാതെ പഠിച്ച് കൃതിസ്ഥമാക്കാൻ ആവർത്തനങ്ങൾ ആവശ്യമാണെന്നാണ് ആ വാർത്ത കണ്ടില്ലേ. കാരണം ഈ കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇതിനെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ വീണ്ടും നമ്മൾ ആത്മാവിന്റെ ഒരു തത്വമസിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അത് തന്നെയാണ് ഗുണത്തിൽ. അഹം ബ്രഹ്മാസ്മി തത്വമസി ഒരേ അർത്ഥം വരുന്നത് എന്ന് വെച്ചാൽ നമ്മളും അത് ഒന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പാർട്ട് ആൻഡ് പാർസൽ ആണ്. പക്ഷെ അവിടെ തെറ്റിദ്ധാര്യപ്പെടുന്നത് നമ്മൾ അളവിൽ, നമ്മൾ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഭൗതികമായ അണ്ടർസ്റ്റാൻഡിങ് എടുക്കും. തത്വമസി എന്ന് എഴുതി വെച്ചതിന്റെ ഈ ഒരു എന്താ പറയുക, ഒരു സാധാരണ അർത്ഥം നമ്മൾ എടുക്കും. അതായത് നമ്മളും അതാണ്. അപ്പൊ നമ്മൾ വെച്ച് നമ്മളൊരു 41 ദിവസം അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ഇന്ന് രാവിലെ പോയി മാലയിട്ട് ഒരു വ്രതം എടുത്ത് അല്ലെ, നമ്മളവിടെ ചെന്ന് പടി കയറി ചെല്ലുമ്പോൾ നമ്മളവിടെ തത്വമസി എന്ന് എഴുതി വെച്ചേക്കണാണ് ശബരിമലയിൽ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളും അയ്യപ്പനാണ്. ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ശബരിമലയ്ക്ക് പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ചിന്തിച്ചു നോക്കുക. നമുക്ക് അപ്പൊ ഒരു ആത്മാർത്ഥമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ആ ലെവലിൽ എത്തി? നമുക്ക് തോന്നാറുണ്ടോ? ഇല്ല, ആർക്കും തോന്നാറില്ല. സത്യമല്ലേ? കാരണം വെച്ചാൽ അതാണ് സത്യാവസ്ഥ. അവിടെ നമ്മൾ നമ്മളെ പറ്റിക്കുന്ന അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ അതാകുന്നു. അതാവണമെങ്കിൽ ഈ 40 ദിവസം വ്രതമെടുത്തുകൊണ്ടായില്ല. നമ്മുടെ ജീവിതം മാറാൻ ഒരു തവണ ശബരിമലയ്ക്ക് നമ്മൾ വ്രതമെടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറണം. അതോടുകൂടി മാറി. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ആ മാല അഴിക്കുന്നതോടുകൂടി വൈക്ക് വെച്ച് അയച്ചിട്ട് ഷാപ്പിലേക്ക് ആൾക്കാരുണ്ട് അല്ലേ? ഞാൻ നടക്കണ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളും ഈശ്വരനും ഒന്നാണ് ഗുണത്തിൽ. ആ ഗുണത്തിലേക്ക് നമ്മൾ വരാനാണ് പറയുന്നത്. അപ്പൊ അതിനുള്ളൊരു കർമ്മയോഗയാണ് ശബരിമലയുടെ വ്രതം. കർമ്മയോഗയാണത്. ശബരിമല വ്രതം എന്ന് വെച്ചാൽ കർമ്മയോഗപ്പെടും. കാരണം നമ്മൾ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, എല്ലാം ഭക്തിസാന്തരമാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാലയിട്ടു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വർജിക്കുന്നു അല്ലെ? ഒരു ശുദ്ധത അല്ലെ, ഒരു ശുദ്ധി നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരും. ശ്രദ്ധിച്ചിട്ടില്ലേ? ആ സമയത്ത് പല കാര്യങ്ങളും നമ്മൾ വർജിക്കും, ഒരു ശുദ്ധി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അത് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരണം. 41 ദിവസത്തേക്കുള്ളതല്ല. അപ്പൊ അത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ തത്വമസി പ്രാബല്യത്തിൽ വരും. എങ്ങനെ? അവിടെ പടി കയറണമെന്ന് പോലും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്യൂരിറ്റി നമ്മൾ വരുമ്പോൾ പൂർണ്ണനാവാൻ തുടങ്ങും. നമ്മൾ പൂർണ്ണതയുടെ അംശത്തിലെ ആ പൂർണ്ണനുമായിട്ട് നമ്മൾ ബന്ധം വരുമ്പോൾ നമ്മൾ ആ തത്വമസി പ്രാബല്യത്തിൽ വരും. മനസ്സിലാവണം? ഞാൻ പറയുന്നത് വ്യക്തമല്ലേ? അതാണ്. പക്ഷെ നമ്മൾ നോർമലി എന്തെടുക്കും? നമ്മൾ പാട്ടിൽ വരെങ്കിൽ നമ്മൾ മാലയിട്ടാൽ അയ്യപ്പന്മാരായി എന്ന് പറയും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ശബരിമല അയ്യപ്പനാകുകയല്ല. നമ്മൾ ആ ഒരു ഭാവം നമുക്ക് വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതൊരു നമ്മൾ പകുതി ശാരീരികമായിട്ട് മാത്രം അതുകൊണ്ട് കാര്യമില്ല, മാനസിക ഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്തി. അതാണിപ്പോ നാരായണന്റെ കാര്യം തന്നെ അജാമളന്റെ കഥ പറഞ്ഞത്. നാരായണന്റെ അജാമളന്റെ കാര്യത്തിൽ അത് കാരണം അവിടെ ആ മകനെ വിളിക്കുന്ന ഭാവം ശാരീരികമായാലും കുറെ എന്തൊക്കെയോ ഒക്കെ കാണിച്ചു വെച്ചു, പക്ഷെ ആ ഭാവമാണ് ഇമ്പോർട്ടൻ്റ്. അതാണ് ഇതിനകത്ത്. അപ്പൊ നമുക്ക് പലപ്പോഴും പറ്റുന്നത് നമ്മൾ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് വേയിൽ അല്ലെങ്കിൽ ഒരു ഭൗതികമായിട്ട് നമ്മൾ അതിനെ കാണുമ്പോഴാണ് നമ്മൾ ആ അർത്ഥം നമ്മൾ എടുത്തു പോകും. അതാണ്. എന്നിട്ട് നമ്മൾ തന്നെ പറയും ഞാൻ അയ്യപ്പനായി അല്ലെ, അല്ലെങ്കിൽ ഞാൻ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്ക് ആ കപ്പാസിറ്റി ഉണ്ടോ, നമുക്ക് ആ കഴിവുണ്ടോ, ചിന്തിച്ചു നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഭഗവാൻ സ്വരാട് അല്ലെ, ഭഗവാൻ അഭിജ്ഞൻ സ്വരാട് നാം ജന്മാദ്യസ്യ യഥോന്നയാദ് ഇതരതശ്ചാർത്തേഷ് അഭിജ്ഞ സ്വരാട് എന്നാണ് ഫസ്റ്റ് ശ്ലോകം ശ്രീമദ് ഭാഗവത്തിൽ തുടങ്ങുന്നത്. ഭഗവാൻ ജന്മാദ്യസ്യ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ എല്ലാം സ്രോതസ്, എല്ലാത്തിന്റെ കാരണം ഭഗവാനാണ്. പ്ലസ് ഭഗവാൻ അഭിജ്ഞനാണ് സ്വരാട്. അഭിജ്ഞന്റെ അർത്ഥം സംസ്കൃതി പറയുന്നത് വെച്ചാല്, അഭിജ്ഞൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായത് അപ്രത്യക്ഷമായ എല്ലാത്തിനെ കുറിച്ചും സമ്പൂർണ്ണ ജ്ഞാനം, 100% അതിന്റെ എത്രയും മുകളിലുള്ള അത്രയും ജ്ഞാനമുള്ള അഭിജ്ഞനാണ് സ്വരാട്. സ്വരാട് എന്ന് പറഞ്ഞാൽ തുല്യമായോ മുകളിലോ ആരും ഇല്ലാത്ത അവസ്ഥ, അത്രയും സ്വാതന്ത്ര്യം. ഈ 2 വാക്ക് ഭഗവാന് മാത്രമേ പറഞ്ഞു. അപ്പൊ ഇതൊന്നും നമുക്ക് ജീവാത്മാവിന് പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാല് ജീവാത്മാവ് ആ ലെവലിലേക്ക് എത്തില്ല. അതാണ് കാരണം. അപ്പൊ ഒരു ലെവൽ വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് തല നമ്മുടെ കുനിയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ദാസ്യഭാവം വരുള്ളൂ. അപ്പൊ മാത്രമേ നമുക്കിത് മനസ്സിലാക്കുള്ളൂ. അത് മനസ്സിലാകുന്നവരെ ഭഗവാൻ മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യരതി സിദ്ധേ യഥാപി സിദ്ധാന കശ്ചിന്മാം വേത്തി തത്വത. ഭഗവാൻ പറയുന്നത് അതായത് ആയിരക്കണക്കിന് മനുഷ്യര് ഭഗവാനെ മനസ്സിലാക്കാനുള്ള ഉദ്യമത്തിലാണ്. അതിൽ തന്നെ വളരെ കുറച്ചുപേരെ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരാൾ പോലും എന്നെ പൂർണ്ണമായിട്ട് അറിയുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. നോക്കണം. അപ്പൊ നോക്കി, അത്രയ്ക്കും ഭഗവാനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മുടെ അത്രയും ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് ആവശ്യമാണ്. എന്നാലേ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ ഒരു അഹം ഇതിൽ നിൽക്കും. നമ്മൾ സുപ്രീമസി, നമ്മള് താഴില്ല. ആ താഴാത്തിടത്തോളം നമുക്ക് അദ്ദേഹത്തിന് മനസ്സിലാവില്ല.
അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ അതിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കൂടുതൽ നമ്മൾ മനസ്സിലാക്കണ ഈ ഭഗവത്ഗീത കഴിയുമ്പോ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗത്തിലാണ് ഭഗവത്ഗീത ഉണ്ടാവുന്നത്. ഭക്തിയോഗം നടുക്കിരിക്കുന്നതുകൊണ്ട് ജ്ഞാനയോഗം ലാസ്റ്റ്. ജ്ഞാനയോഗത്തിലാണ് ഭാഗവതം തുടങ്ങുന്നത്. അതാണ് എപ്പോഴും സീക്വൻസ് പറയുമ്പോൾ ഭാഗവതം ഭഗവത്ഗീത പഠിച്ചിട്ട് ഭാഗവതം പഠിക്കാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മൾ എല്ലാ ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കുമ്പോൾ കർമ്മയോഗം എന്താണ്, ഭക്തിയോഗം എന്താണ്, ജ്ഞാനയോഗം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ജ്ഞാനത്തെ കുറിച്ച്, ആ ജ്ഞാനം നമുക്ക് കൂടുതൽ കിട്ടും എവിടെ, ഭാഗവതത്തിൽ. കാരണം പിന്നെ ഭഗവാനെ കുറിച്ചുള്ള അറിയില്ല, ആ കൂടുതൽ അറിവ് ഈ ബന്ധം ഉറപ്പിക്കാൻ സഹായിക്കും കൂടുതൽ. കാരണം അത്ര ഉറച്ചു നിൽക്കും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഫോളോ ചെയ്യാന്നുള്ളൂ. പിന്നെ അടുത്ത ശ്ലോകം കൂടി നോക്കാം. ശ്ലോകം 26. അഥ ചൈനം നിത്യജാതം, അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം, നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ, തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി, നൈവം ശോചിതുമർഹസി അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ഹരേ കൃഷ്ണ. ആരെങ്കിലും അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. നൈവം തഥാ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈനം ശോചിതുമർഹസി. നൈനമാട്ടോ, നൈനമാണ്, ഏനമല്ലേ. അപ്പോ നയേനോ ഇവിടെ തെറ്റാണ്ടേ, നയേനം തന്നെ, നൈവമാണ് ഇവിടെ. ആരെങ്കിലും നൈവം എന്നുണ്ടോ? അപ്പൊ നൈനമാണ്. ഒരു മിനിറ്റ് ഒന്നുകൂടി നോക്കട്ടെ. ഏനം ശോചിതും ഏനം തന്നെ, നൈനം, നൈനം വരണം. അപ്പൊ അത് കറക്റ്റ് ചെയ്തു. ടൈപ്പിംഗ് നൈനം, ചിലതിലുണ്ടാവും നൈനം അല്ലെ. വിവർത്തനം, വിവർത്തനം വേർഡ് മീനിങ്. അഥ അഥവാ ഏനം ഇവനെ, ആത്മാവിനെ, നിത്യജാതം എന്നും ജനിക്കുന്നവനെന്നും, നിത്യം എന്നും, മൃതം വാ മരിക്കുന്നവനെന്നും, മന്യസേ നീ വിചാരിക്കുന്നു, തഥാപി എങ്കിലും, മഹാബാഹോ മഹാബാഹോ ഏനം ഇവനെ, ആത്മാവിനെ കുറിച്ച് ശോചിതും ദുഃഖിക്കുവാൻ ന അർഹസി അർഹനല്ല. വിവർത്തനം വൈശ്വലപ്രഭ ജ്യേഷ്ഠപ്രഭ. അതല്ല, ആത്മാവ് ജീവന്റെ ലക്ഷണം ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹു നിനക്ക് ദുഃഖിക്കാനില്ല. ഇവിടെ 25 വരെ ഭഗവാൻ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു നിർത്തി, കണ്ടോ. ഇപ്പൊ ഇവിടെ ഒരു മാറി അല്ലെ. ഇനി അഥവാ ഇപ്പൊ പറയാണ് ആത്മാവ്, അതായത് ജീവന്റെ ലക്ഷണം ജനിക്കുകയും. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച അതിന് ജനനമില്ല അല്ലെ, അജന എന്ന് പറഞ്ഞ
ജനിക്കില്ല മരിക്കില്ല എന്ന് നമ്മൾ പറയും. ഇവിടെ പറയാണ് ഇനി അഥവാ അർജുനൻ വിചാരിക്കുകയാണ് ഇത് ജനിക്കുകയും ഇനി എന്നേക്കുമായിട്ട് മരിക്കുകയും ചെയ്യാന്ന് ബുദ്ധ മതത്തിലെ പോലെ ആണ് വിചാരിക്കുന്നതെങ്കിൽ എന്നാലും നിനക്ക് ദുഃഖിക്കാനില്ല. അത് അതായത് ഇനി ഭഗവാൻ ഓരോ ഫിലോസഫികൾ എടുത്തിട്ട് പറയാം. ഇപ്പോ ഇതുവരെ ഇതെല്ലാം പറഞ്ഞപ്പോഴും ഒരു മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉള്ള പോലെ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അതിനെ വിശദീകരിക്കുക. ഇത് വളരെ പ്രധാനമാണ്. ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരു ആത്മാവില്ലെന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് ബുദ്ധമതക്കാരെ പോലുള്ള ഒരു വിഭാഗം തത്വചിന്തകരുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഗീതോപദേശം ചെയ്ത കാലത്ത് അങ്ങനെ ചിലരുണ്ടായിരുന്നു എന്ന് വേണ്ട. ലോകായതികൾ എന്നും വൈഭാഷികർ എന്നും പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ലോകായതികൾ കേട്ടിട്ടുണ്ടോ? പണ്ട് ലോകായതികളും വൈഭാഷികരും ഇതെല്ലാം ഈ ബുദ്ധന്റെ, അതായത് നമ്മളിപ്പോ പറയുന്നതെല്ലാം ഇപ്പൊ സനാതന ധർമ്മത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് പുനർജന്മമുള്ള റീഇൻകാർണേഷനുണ്ട് അല്ലെ? നമ്മുടെ വിശ്വാസത്തിൽ പുനർജന്മമുണ്ട്. പക്ഷേ ഇപ്പൊ തന്നെ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് പേരെ സംബന്ധിച്ച് അല്ലെ, ഇപ്പൊ നമ്മുടെ പല മതങ്ങളുണ്ട്. ഇതേ മതത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഇതിൽ വിശ്വസിക്കാത്തവരുണ്ട്. കാരണം അവരുടെ ഫിലോസഫി അങ്ങനത്തെയാണ്. ബുദ്ധന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ്. ലോകായതികളായാലും ഈ വൈഭാഷികരുടെ എല്ലാം ഇതിനകത്ത് അതിന്റെ ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ അതിനകത്തെല്ലാം അവരുടെ ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ റെക്കോർഡുള്ളതുകൊണ്ട് പേര് പറയുന്നില്ല, ഓരോ വിഭാഗങ്ങൾ മതവിഭാഗം എടുത്തു കഴിഞ്ഞാൽ ചില മതവിഭാഗത്തില് അവർക്ക് പുനർജന്മമില്ല. അവർ പറയും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോയില്ല. പിന്നെ തീരുമാനം പിന്നെ ഒരു കാര്യമില്ല, അവിടെ ഒന്നുമില്ല. ഒന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോലെ നരകത്തിൽ, രണ്ട് റൂട്ടേ ഉള്ളൂ. മനസ്സിലായില്ല? അങ്ങനെയാണ്. അത് വളരെ എന്താ പറയുക, നമുക്ക് അതിനെ കുറച്ച് കാണാനല്ല, ഒരു തലത്തിലുള്ള ഒരു നോളജാണ്. പക്ഷെ നമ്മളുടെ ശാസ്ത്രപ്രകാരം നമുക്ക് അങ്ങനെയല്ല. ഇതെന്താണ്? ഇത് ഈ ആത്മാവിന് ഒരിക്കലും മരണമില്ല. മറ്റേത് പ്രകാരം ആത്മാവ് എന്ന് പറയുന്നത് ശരീരത്തിന് തുല്യം പോലെ. ഇവിടെ ഭഗവാൻ അർജുനോട് പറയുന്നത് അത് തന്നെയാണ്. ഇനി അഥവാ നീ ആ ആൾക്കാരെ പോലെ, എങ്ങനെ ഈ ലോകായതികളുടെയോ അല്ലെങ്കിൽ ഇപ്പൊ ബുദ്ധ മതം വിശ്വസിക്കുന്നവരുടെ പോലെയോ അല്ലെങ്കിൽ വൈഭാഷികരുടെ പോലെയോ അങ്ങനെ പേരിൽ അറിയപ്പെടുന്നവരുടെ പോലെയാണെങ്കിൽ, അങ്ങനെ കരുതുകയാണെങ്കിൽ ഈ ശരീരം ഇനി തിരിച്ചു ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിനക്ക് ദുഃഖിക്കാനില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ജന്മം അവർക്കില്ല. അതിനെക്കുറിച്ച് നീ പിന്നെ വ്യസനിക്കേണ്ട കാര്യമില്ല. പാപഫലങ്ങളൊന്നും നിനക്ക് വരേണ്ട ആവശ്യമില്ല. പിന്നെ ജനിക്കുന്നില്ലല്ലോ. ആ ഒരു ആംഗിളിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഭാവാർത്ഥം ഒന്ന് പ്രധാനമായതുകൊണ്ടൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഭൗതിക സങ്കലനത്തിന്റെ പരിപക്വ അവസ്ഥയിൽ ജീവന്റെ ആവിർഭാവം ഉണ്ടാവുമെന്ന് അത്തരക്കാർ കരുതുന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളായ തത്വജ്ഞാനികൾ ഏതാണ്ട് ഇതുപോലെ തന്നെ ചിന്തിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു സങ്കലനമാണ് ശരീരം. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭൗതിക ദ്രവ്യങ്ങളെ രാസവസ്തുക്കളും തമ്മിൽ സവിശേഷ രീതിയിൽ പ്രതിപ്രവർത്തനം നടക്കുമ്പോൾ അതിൽ ജീവൻ ഉരുത്തിരിഞ്ഞു വരുന്നു. ഈ സിദ്ധാന്തമാണ് നരവംശാസ്ത്രത്തിന്റെ ആന്ത്രോപോളജി അടിത്തറ. അക്കാലത്ത് അമേരിക്കയിൽ പരിഷ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന അനേകം മതാഭാസങ്ങൾ, സ്പ്യൂഡോ റിലീജിയൻസ് പറയും, ഈ തത്വശാസ്ത്രത്തെയും ശൂന്യതാവാദത്തിൽ അടിയുറച്ച ഭക്തിരഹിതങ്ങളായ ബൗദ്ധവാദങ്ങളെയും പിന്താങ്ങുന്നുണ്ട്. അതായത് ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു മറ്റൊരു തലമാണ്. ഇതുവരെ പറഞ്ഞു വന്നതിൽ നിന്ന് മാറി ഈ ശ്ലോകത്തില് ഒരു ഫിലോസഫിയാണ് ഇവിടെ പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നതല്ല ആത്മാവിന് ജനനമില്ല മരണമില്ല എല്ലാം പറഞ്ഞു. ഇവിടെ പറയുകയാണ് ഇനിയിപ്പോൾ മറ്റേ രീതിയിൽ പറയുമ്പോൾ കുറെ ഉദാഹരണങ്ങൾ പറയാണ്. അമേരിക്കയിൽ, കാരണം അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം USA അതാണ് അവിടുത്തെ കാര്യമൊക്കെ എടുത്ത് പറയുന്നത്. അപ്പോ ഈ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ഈ ശരീരം ആത്മാവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമില്ല. ആ ശരീരത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു സംഭവമാണ്. മനസ്സിലായത്? ആ ശരീരം നശിച്ചു പോകുന്നതോടുകൂടി അതിന് പിന്നെ ഒരു നിലനിൽപ്പില്ല എന്ന് മാത്രമല്ല, ഇത് സൃഷ്ടിക്കപ്പെടുന്നത് ശരീരം കൊണ്ടാണ്. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ബയോളജിക്കലായിട്ടാണ് അല്ലെ, രണ്ട് ശരീരങ്ങളിൽ നിന്നാണ് ഒരു പുതിയ ശരീരം ഉണ്ടാകുന്നത്. അത് നമുക്ക് ശാസ്ത്രീയമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം. പക്ഷെ നമ്മൾ എപ്പോഴും എടുത്തു പറയാനുള്ള കാര്യമുണ്ട്. ഇതില് ഒരു മെയിലുണ്ട്, ഒരു ഫീമെയിൽ ഉണ്ട്, ഒരു അച്ഛൻ അമ്മ. ഈ അച്ഛനും അമ്മയ്ക്കും ഓരോ ജീവാത്മാക്കളുണ്ട് അല്ലെ. അത് ഇൻഡിവിജ്വൽ സോൾസ് ആണ്. ആ ഇൻഡിവിജ്വൽ സോൾസിന്റെ പരമാത്മാവുമായിട്ട് പരംപിതാവുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ട്. അവരുടെ
ശാരീരിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഈ സോളുകൾ ചേർന്നുണ്ടാവുന്ന ഒരു ജീവാത്മാവല്ല. ശരീരം അവരുടെ ചേരുന്നതാണ്. ഒക്കെ DNA ഒക്കെ മാച്ച് ആവും. പക്ഷെ ആ ആത്മാവ് എന്ന് പറയുന്നത് വന്ന് പ്ലേസ് ആവുന്ന ഒരു ആത്മാവാണ്. ഇതാണ് നമ്മൾ പഠിക്കുന്ന ശാസ്ത്രം. പക്ഷേ ഈ കൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അങ്ങനൊരു സംഭവമില്ല. അവരുടെ ഇത് പ്രകാരം ഈ ആത്മാവ് ശരീരം വേർതിരിവുന്ന അവിടെ ഈ രണ്ട് ആൾക്കാർ ചേരുമ്പോൾ ഒരു പുതിയ രൂപം ഉണ്ടാവുന്നു. അത് നശിക്കുമ്പോൾ അത് പെർമനന്റ്ലി ഇല്ലാണ്ടാവും. മനസ്സിലായില്ലേ? ആ ഒരു കൺസെപ്റ്റിനെ ഇവിടെ എടുത്ത് പറയണം. അങ്ങനെയും കൺസെപ്റ്റ് ഉള്ളവര് ഉണ്ട്. കാരണം അത് അന്നത്തെ കാലത്തും ഉണ്ട്. അതാണല്ലോ പറയുന്നത് ഭഗവാൻ. അന്നേ ഉണ്ട്, അതെല്ലാം ഉണ്ട്. ഇനി വൈഭാഷികരെ പോലെ ഇനി ഇതുപോലെ അർജുനനും ആത്മാവിന്റെ സത്തയിൽ വിശ്വസിക്കുന്നില്ല. ഇനി അർജുനൻ വിചാരിക്കുക, അർജുനൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. കാരണം അർജുനൻ ഇതെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്. ഇനി അഥവാ വേഴ്സ്റ്റ് കേസ് എന്ന് പറയില്ലേ, അഥവാ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഒരു കൂമ്പാരം രാസപദാർത്ഥങ്ങൾ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും തന്റെ അതായത് എന്ത് പറയുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരെ ഭൗതികമായി സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് ഈ വൈഭാഷികരുടെയൊക്കെ ഇത്. എന്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല, പക്ഷെ കേട്ടേക്കുന്നത് അങ്ങനെയാണ്. അവർ പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ നമ്മള് മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. എങ്ങനെ സൃഷ്ടിക്കുന്നത് ഇതുവരെ പരീക്ഷണം നടത്തി ആയിട്ടില്ല എന്നാ പറയുന്നത്. അത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഇപ്പൊ നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്നത് അതുപോലെ. പക്ഷെ ഇത് അവർ പറഞ്ഞ് ഒരു രീതിയിലും ആത്മാവുമായിട്ട് ഒരു ബന്ധമില്ല. രണ്ട് ഇതിലൂടെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്നു. അതിന്റെ ആത്മാവിന് അവിടെ ഒരു കാര്യം പോലും വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലും അവിടെ വ്യസനിക്കേണ്ട കാര്യമില്ല എന്നാ പറഞ്ഞത്. കാരണം എന്താ, നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്ന പോലെ ഇപ്പൊ നമ്മൾ പറയാണ് നമ്മൾക്ക് ഒരു ഡ്രസ്സ് കേടായി നമ്മുടെ അല്ലെ നമ്മുടെ ഒരു മൊബൈൽ കേടായി, ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവും അല്ലെ, അത് പോയി അല്ലെ, നശിച്ചു പോയി, പുതിയ നമ്മൾ വാങ്ങിച്ചു എന്ന് പറയുന്ന പോലെയുള്ളൂ. അതാണ് അർജുനനോട് പറയുന്നത്. ഇനി അഥവാ അർജുനൻ അതുപോലെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഈ ഒരു ഫിലോസഫിക്കാരുടെ പോലെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്നറിയോ, പിന്നെ ഈ ഒരു ഫിലോസഫി അവിടെ വരുന്നില്ല. പുനർജന്മം ഒന്നും വരുന്നില്ല. അതൊരു ഒരു രാസപദാർത്ഥം അല്ലെങ്കിൽ ഒരു കെമിക്കൽ പോലെയാണ്. അത് പൊടിയായി പോയി കഴിഞ്ഞു, അടുത്ത സാധനം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കാനാണ് ഇവിടെ പറയുന്നത്. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ. കണ്ടോ, വൈഭാഷിക സിദ്ധാന്തം ശരീരം നശിക്കുന്നതോടുകൂടി ജീവൻ അഥവാ ആത്മാവ് ഇല്ലാതാകുന്നു എന്നാണ് വൈഭാഷിക സിദ്ധാന്തം. അതാണ് ഈ രണ്ട് തരം ഈ ബുദ്ധരിലും ഇതിലൊക്കെ രണ്ടിതുണ്ട് കേട്ടോ. അതായത് അവരുടെ പേര് ഇത് ലോകായതികളും വൈഭാഷികരുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയൊരു ഓർമ്മയാണ്. അത് ഏതാന്ന് ഞാൻ ഓർക്കണില്ല. ഒരു കൂട്ടര് പറയുന്നത് ആത്മാവ് ഉണ്ടെന്നാണ് ഇതിൽ. ആത്മാവുണ്ട്, ശരീരവും ആത്മാവും ഭിന്നമാണ്. പക്ഷേ ആ ആത്മാവ് ശരീരത്തോടൊപ്പം നശിച്ചു പോകുന്നു. മനസ്സിലായില്ലേ? അത് വൈഭാഷികരാന്ന് തോന്നുന്നു അങ്ങനെ വിചാരിക്കുന്നത്. വൈഭാഷികർ വിചാരിക്കുന്നത് കറക്റ്റ് ഞാൻ പിന്നീട് പറയാം. എനിക്ക് തോന്നുന്നത് വൈഭാഷികരുടെ ഇത് പ്രകാരം ആത്മാവും ഉണ്ട് ശരീരവും ഉണ്ട്, രണ്ടാണ്. അതുവരെ ശരിയാ. പക്ഷെ പിന്നെ അവർ പറയുന്നത് ശരീരം നശിക്കുന്നതോടെ ആത്മാവ് ഒപ്പം നശിച്ചു. അപ്പൊ ഈ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ഈ ഇതൊന്നും അക്ലേന്ത്യോ ഇതൊന്നും അതാവില്ല. അത് തീ കത്തി പോകുന്ന പോലെ അത് പോകും. മനസ്സിലായി? ദഹിച്ചു പോകും. അത് അല്ലെങ്കിൽ ഭൂമിയായിട്ട് ലയിച്ചു പോകും. ലോകായതികളുടെ ഇത് സിദ്ധാന്ത പ്രകാരം അതിലാന്ന് തോന്നുന്നു അതിനകത്ത് ആത്മാവില്ല. മനസ്സിലായി? ശരീരം ഒറ്റ സാധനമുള്ള ആത്മാവ് എന്ന് പറഞ്ഞൊരു വരില്ല. അതാണ് ആ രണ്ട് പേരെടുത്ത് അവിടെ ഭാവാർത്ഥത്തിൽ പ്രഭാതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് എവിടെയെങ്കിലും ഇപ്പൊ ഇന്റർനെറ്റിലേക്ക് അടിച്ചു പോയാൽ നമുക്ക് അടിച്ചു നോക്കി അതിന്റെ ഫുൾ ഡീറ്റെയിൽ വരും. അതിനാണ് അത് അറിയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ശരീരം നശിക്കുന്നതോടുകൂടി ജീവൻ അഥവാ ആത്മാവ് ഇല്ലാതാകുന്നതെന്നാണ് വൈഭാഷിക സിദ്ധാന്തം. അതെ, വൈഭാഷിക സിദ്ധാന്തത്തിലാണ് ശരീരത്തിനൊപ്പം ആത്മാവ്. അപ്പൊ ആത്മാവ് ഉണ്ടെന്ന് അവർ പറയും. പക്ഷെ ആത്മാവ് അടുത്തൊരു ശരീരത്തിലേക്ക് പോകുകയോ അതിനൊരു പുനർജന്മം ഉണ്ടോ, അത് പുതിയ ശരീരം സ്വീകരിക്കുന്നു എന്ന് അവർ പറയുന്നില്ല. അപ്പൊ അത് പറയാത്തിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പല കാര്യം നമുക്ക് എക്സ്പ്ലനേഷൻ കിട്ടില്ല. കാരണം നമുക്ക് കിട്ടുന്നത് ഈ പുനർജന്മം വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് കാലക്രമേണ അത് പോയിക്കൊണ്ടിരിക്കും. കുറച്ചുപേരെ അതിനകത്തുള്ളൂ. ഇനി അപ്പോൾ വൈദിക മതാനുസൃതമായ അണുമാത്രനായ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിച്ചാലും ശരി, ഇനി ആത്മസത്തയെ നിഷേധിച്ചാലും ശരി, അർജുനന് ദുഃഖിക്കേണ്ടതില്ല. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ടാകുന്നു, നശിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച്, കാരണം ഒരു പെർമനന്റ് സാധനം ഇല്ലല്ലോ, അല്ലെ? മനസ്സിലായി? പോയിന്റ് മനസ്സിലാവുന്നില്ല ഫിലോസഫി. അതായത് നമ്മൾ വിശ്വസിക്കുന്നു ജീവാത്മാവ് ഈസ് എറ്റേണൽ, ഭഗവാന്റെ അംശമാണ്, അതിന് ഒരു വ്യക്തിത്വം പെർമനന്റ്ലി ഉണ്ട്. അത് വെച്ചിട്ടാണ് ഭഗവാൻ ഇതുവരെ 25 ശ്ലോകം വരെ എക്സ്പ്ലെയിൻ ചെയ്തത്, അതിന്റെ ഗുണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അത് പെർമനന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അവർക്ക് ഭീഷ്മരെ നീ അല്ലെങ്കിൽ ദ്രോണരെ നീ വധിക്കുന്നതോടുകൂടി അവർക്ക് ഒരു എലിവേറ്റഡ് ബോഡി കിട്ടുകയാണ്. ആ സോള്
എലിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം നീ അവരുടെ അധർമ്മത്തിനാണ് നീ എന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നീ അധർമ്മത്തിനെ ധർമ്മയുദ്ധം ചെയ്തിട്ട് ആ അധർമ്മികളെ ഇല്ലാണ്ടാക്കുമ്പോൾ അവർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഭഗവാന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടും കുരുക്ഷേത്രമായതുകൊണ്ടും ഭഗവാന്റെ ഓർഡർ കൊണ്ട് അർജുന അവരെ വധിക്കുന്നതുകൊണ്ടും അവർക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ല. ആ സോളുകൾക്ക് എപ്പോഴും ഒരു ഇതേ കിട്ടുള്ളൂ. അതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി അതൊന്നും പോട്ടെ, ഇനിയിപ്പൊ നീ വിശ്വസിക്കുകയാണ് മറ്റേ ലോകായുധികളുടെയോ അല്ലെങ്കിൽ വൈഭാഷികരുടെ പോലെ വിശ്വസിക്കുകയാണ് ആത്മാവുണ്ട്, പക്ഷെ ആത്മാവ് ശരീരത്തിനൊപ്പം പോകുന്നു. എന്നാലും വിഷമിക്കാനില്ല. കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞില്ലേ, ഇല്ലാണ്ട് നീയോ അതുപോലെ ഇല്ലാണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ഒന്നിനും എല്ലാം പൊടി പൊടിയായിട്ട് പോയി. പിന്നെ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് പിന്നെ എന്തിനാ വിഷമിക്കും? ചെയ്തു തീർന്നു. പിന്നെ ഒരു ഫലം അനുഭവിക്കാൻ ജനിക്കുന്നില്ലല്ലോ. പാപചിന്തയുടെ ആവശ്യമില്ല, ഒന്നിന്റെ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് വ്യസനിക്കുന്നത്. കൂടാതെ ആത്മാവിന് പുനർജന്മമില്ല എന്ന് വരികിൽ അർജുനന് തന്റെ പിതാമഹനെയും ഗുരുവിനെയും വധിച്ച പാപത്തിന്റെ പ്രതികരണങ്ങളെ അതിന്റെ റിയാക്ഷൻസിനെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഈ സന്ദർഭത്തിൽ അർജുനനെ മഹാബാഹോ എന്ന് തെല്ലു പരിഹാസത്തോടെ സംബോധന ചെയ്യുന്നു എന്ന് പറയുന്നു. കൈക്കരുത്തുള്ളവൻ, മഹാബാഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൈക്കരുത്തുള്ളവൻ അർത്ഥം. അങ്ങനെ വൈദിക ധർമ്മത്തിനെതിരായ വൈഭാഷിക സിദ്ധാന്തത്തെ അർജുനൻ അംഗീകരിച്ചിട്ടില്ല. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് വൈദിക സംസ്കാരവുമായിട്ടാണ് അർജുനന് ബന്ധം. ആ സിദ്ധാന്തങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധിതനുമാണ്. അപ്പോൾ ഭാവാർത്ഥം അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അർജുനൻ ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ വേണ്ടി അത് ഭഗവാൻ അങ്ങനെയും അവിടെ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നത്. കാരണം അതാണ് പെട്ടെന്ന് അവിടെ അദ്ദേഹം വേറെ ഫിലോസഫി എടുത്ത് പറയുന്നത്. ഇനിയിപ്പൊ അങ്ങനെയാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ ആ നിലയ്ക്കായാലും നിനക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? ഇത് നമുക്ക് കൂടിയുള്ള ഒരു അറിവാണ്. അപ്പോൾ നമ്മളിപ്പോ ആ വഴിയിൽ ജീവിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമുള്ള ആൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് വന്നാലും നിനക്കത് ഗുണകരമാവും. അതിനി അടുത്തതിൽ വരും. എന്ത് വന്നാലും അത് നിനക്ക് ഗുണകരമാവുന്നത് എങ്ങനെയാന്നുള്ള കാര്യം തോമർ ഇപ്പൊ പറയുന്നത് ന്യൂട്രലാണ്. എന്ന് വെച്ചാൽ നിനക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഇതൊരു ഓരോ ഫിലോസഫികളായിട്ട് എടുത്ത് പറയാണ്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. നമ്മൾ എവിടെയും നമുക്ക് അപ്പോഴും ബേസിക് നമ്മുടെ അതിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഒരു സുപ്രീം സോളുണ്ട്. സുപ്രീം സോളിന്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സൽ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അത് നമ്മൾ ഇൻഡിവിജ്വാലിറ്റി നമുക്കുണ്ട്, ഇൻഡിവിജ്വൽ വ്യക്തിത്വം നമുക്കുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അല്ലാണ്ട് നമ്മൾ അടിമയല്ല. നമുക്ക് ഇൻഡിവിജ്വൽ സോളുകളാണ്, നമുക്ക് തീരുമാനിക്കാനും. പക്ഷെ ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒബീഡിയന്റ് സർവന്റ് ആയി നിന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ പൂർണ്ണമായ പവറുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എലിവേറ്റ് ആവും. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ കിടന്നുള്ള ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ ഇവിടെ തന്നെയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യില്ല. അതാണ് ഭഗവാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഓരോ ശ്ലോകത്തിലൂടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. ദ്വൈതവാദ ഇത് ആക്ച്വലി ഇവിടെ ഇത് അചിന്യ ഭേദ അഭേദ തത്വമാണ് ഇവിടെ പറയുന്നത്. ഈ നമ്മൾ ഫോളോ ചെയ്തപ്പോ അചിന്യ ഭേദ അഭേദം എന്ന് വെച്ചാൽ അചിന്യമാണ് എന്നാ. അതായത് ഭഗവാൻ ഓരോ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു ഇതൊന്നും തെറ്റുകളല്ല. കാരണം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ശങ്കരാചാര്യൻ ഇങ്ങനെ പറയുന്നു, അപ്പൊ നമ്മളത് ഫോളോ ചെയ്യണം. ശങ്കരാചാര്യൻ ആരാണ്, ഏത് സാഹചര്യത്തിൽ ആ അസൈൻമെന്റ് അദ്ദേഹത്തിന് കിട്ടിയത് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനൊരു സീക്വൻസ് ഉണ്ട്. ശങ്കരാചാര്യ വരുന്നത് ആർക്ക് ശേഷമാണെന്നറിയോ? ശങ്കരാചാര്യ വരുന്നത് ബുദ്ധന് ശേഷമാണ്. ബുദ്ധൻ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ദ്വാപരയുഗത്തിന്റെ യുഗസന്ധിയിലാണ് വരുന്നത്. ദ്വാപരയുഗം അവസാനിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് കൊലപാതകവും മാംസഭക്ഷണം കഴിക്കലും ആരംഭിച്ചു കഴിഞ്ഞു. ഭഗവാൻ ഇവിടുന്ന് പോകുമ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു, കലി വന്നു കഴിഞ്ഞു. അപ്പോ യാദവര് തന്നെ വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ആ ഒരു ഇതല്ലേ, എന്തോ ഒരു ആയുധം, ദർഭപുല്ല്, അതാണല്ലോ, അതിൽ നിന്നാണല്ലോ തുടങ്ങണത്. അപ്പൊ അങ്ങനെ തുടങ്ങിയത് അങ്ങോട്ട് വെട്ടിമരിക്കലും കൊലപാതകവും അതുപോലെ മാംസഭക്ഷണം, അതാണ് ലോകായുധികളുടെ ഒക്കെ കാര്യം. ഈ ഒരു ശ്ലോകം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഭഗവത്ഗീതയില് ഈ 26ാമത്തെ ശ്ലോകം വരുന്നു, ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ എന്ന് പറയണമെങ്കിൽ അങ്ങനെ വിശ്വാസമുള്ള ആരോ അവിടെ ഉണ്ട്. ഭഗവാനുള്ള സമയത്ത് ആലോചിക്കണം, ദ്വാപരയുഗത്തിലുണ്ട്. അപ്പോ അതിനർത്ഥം മനസ്സിലാക്കുക. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയ ടോപ്പിക് അല്ല, ഞാനത് പാർട്ടിലി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഭാഗം പറയാം. അപ്പോ
ആ സമയത്താണ് ഭഗവാൻ അവതാരമാടുക്കുന്നത് ശ്രീബുദ്ധനായിട്ട്. കാരണം എന്താണെന്നറിയോ, വേണ്ടത് എന്താന്ന് വെച്ചാല് വേണ്ടത് ഈ കൊലപാതകവും ഈ മാംസഭക്ഷണം കഴിക്കലും നിർത്തണം. കാരണം ഇങ്ങനെ പോയാൽ മനുഷ്യകുലം നശിച്ചു പോകും. ഭഗവാൻ എന്ത് ചെയ്തു? ശ്രീബുദ്ധ അവതാരമായിട്ട് ഒരു ഒറ്റ കാര്യം പുള്ളി പറയുന്നുള്ളൂ: ആത്മാവുമില്ല, ശരീരമില്ല, ഒന്നുമില്ല. എന്താണ്? അഹിംസ. വേദമില്ല, ഒന്നുമില്ല, വേദം വേണ്ട, ഒന്നുമില്ല, ഒരു വേദമില്ല, ഒന്നുമില്ല. ഒറ്റ കാര്യം അഹിംസ, ഒറ്റ തത്വമുള്ളൂ, അഹിംസ മാത്രം. അപ്പൊ അഹിംസ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിരുന്നു അത്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുപോകും. അഹിംസ വന്നപ്പോ എന്ത് വെച്ചാൽ എല്ലാവരും വേദങ്ങൾ ഒഴിവാക്കി, വേദം വലിച്ചെറിഞ്ഞു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കണം ഇത് ഒരു ദിവസം നടക്കുന്ന കാര്യമല്ല, ഇത് കാലങ്ങൾ നടക്കുകയാണ്, യുഗങ്ങൾ നടക്കുന്ന, ആലോചിച്ച് നോക്കണം. അപ്പോ ഈ ബുദ്ധന്റെ സമയത്ത് വന്നിട്ട് ഈ വേദങ്ങളെല്ലാം പോയി മറഞ്ഞു എന്ന് വെച്ചാൽ വേദം ഇല്ല, അഹിംസ മാത്രമായി. അപ്പോഴാണ് അടുത്ത ആര് വരുന്നത്? ശങ്കരാചാര്യരുടെ അവതാരം. ശങ്കരാചാര്യൻ അത് ശിവന്റെ, അതിനൊരു വലിയ കഥയുണ്ട്, അത് ഞാൻ കുറെയൊക്കെ മറന്നുപോയി. അത് ഞാൻ ഭാഗവതം കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ അസൈൻമെന്റ് കിട്ടുന്നതെന്ന് ശങ്കരാചാര്യൻ. അപ്പോൾ അതായത് ശിവനാണ് ഇത് ശങ്കരാചാര്യരുടെ ഇതിൽ വരുന്നത്, ശിവൻ തന്നെയാണത്. അപ്പൊ ആ തത്വം, അവിടുത്തെ മെയിൻ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വേദം ഇല്ലല്ലോ, ഇപ്പോ വേദത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. തിരിച്ച് വേദത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു സാധനം ഇല്ലാണ്ടായി കിടക്കുക, അതിനെ ഇനി തിരിച്ചു കൊണ്ടുവരാന്ന് വെച്ചാൽ എല്ലാവരും അഹിംസയിൽ നിൽക്കുകയല്ലേ, ആരും ഇത് എടുത്തു പിടിക്കാൻ ഇനി തയ്യാറാവില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന് വേദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ശങ്കരാചാര്യന്റെ ലക്ഷ്യം. അതിനാണ് ശങ്കരാചാര്യ ഇറങ്ങി പുറപ്പെട്ട് ക്ഷേത്രങ്ങൾ, ക്ഷേത്ര ആചാരങ്ങൾ, മഠങ്ങൾ സ്ഥാപിക്കുക, ഇതെല്ലാം വേദത്തിനാണ് അദ്ദേഹം ഊന്നല് കൊടുത്തത്. അപ്പോ അവിടെ അദ്ദേഹം കൊടുത്തവളാണ് ഈ അദ്വൈതം വന്നത്. അദ്വൈതം വരുന്നത് എന്താ വെച്ചാൽ അദ്വൈതത്തിന് ഊന്നൽ, അദ്വൈതത്തിന് സ്ട്രെസ് കൊടുത്തു. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ആ അദ്വൈതം നമ്മൾ വിചാരിക്കും അവിടെയാണ് ഈ അഹം ബ്രഹ്മാസ്മി തത്വമസിയുടെ അർത്ഥം ഒരു കോംപ്ലക്സിറ്റിയിൽ പോകുന്നത്. എന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു ഇൻസെന്റീവ് കൊടുക്കുന്ന പോലെയാണ്. അതായത് നീയും അതായി മാറും, ഇതെടുത്തു കഴിഞ്ഞാൽ നീയും, അതായത് നീ എന്ന് പറയുന്ന ആള് വളരെ പവർഫുൾ ആണ്, നിനക്കും ആവാം, ഏത് ആ സുപ്രീം ആകാം, അതിന് നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള ആ ഒരു നമ്മൾ കൊടുക്കില്ലേ, അപ്പൊ ഇത് മധുര കൊടുത്ത് അട്രാക്ട് ചെയ്യാന്നില്ല, ആ ഒരു രീതിയാണ് അവിടെ ഫോളോ. ഭാഗവതം വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തായിരുന്നു അസൈൻമെന്റ്. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ നമുക്ക് അതാ പറഞ്ഞ അതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല കേൾക്കുന്നുണ്ട്, പക്ഷെ അത് അറിയുന്നവർക്ക് അറിയാം. അപ്പൊ അതാണല്ലോ അദ്ദേഹം ഗോവിന്ദം ഭജ മൂഢമത എന്ന് പറയുന്നത്. അപ്പൊ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത എന്നാണ് അദ്ദേഹം പാടുന്നത്. എന്ന് വെച്ചാൽ ഗോവിന്ദനെ ഭജിക്കണം, ഗോവിന്ദനെ പഠിച്ചില്ലെങ്കിലാണ് അത് ആൾക്കാർ ചിലപ്പോൾ അത് വേറെ രീതിയിലും നമുക്ക് അർത്ഥം മനസ്സിലാകും. അതിന്റെ യഥാർത്ഥ അർത്ഥം പറഞ്ഞാൽ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത. ഗോവിന്ദനെ ഭജിച്ചില്ലെങ്കിൽ അത് മൂഢന്മാരാണ് ഭജിക്കാത്തവരെന്നാണ് പറയുന്നത്. അപ്പോ ഗോവിന്ദൻ ആരാണ്? ഭഗവാനാണ്. അപ്പൊ ഗോവിന്ദനെ ഭജിക്കാനാണ് ശങ്കരാചാര്യ പറയുന്നത്. പക്ഷേ ശങ്കരാചാര്യരുടെ അസൈൻമെന്റിൽ പ്രധാനം വേദത്തിന് തിരിച്ചുകൊണ്ടുവരലായിരുന്നു. കാരണം ഈ ഒറ്റടിക്ക് തന്നെ നമ്മൾ പറയുകയാണ് ഭഗവാൻ സുപ്രീമസി ഉള്ള ഒരാളുണ്ട്, നിങ്ങൾ അഹിംസാവാദമൊക്കെ വെടിഞ്ഞിട്ട് നിങ്ങൾ ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്തും ആരും പെട്ടെന്ന് വരില്ല. അപ്പൊ നമുക്ക് വീണ്ടും KG തുടങ്ങി 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പോകണം. അതിനാണ് അത് വരുന്നത്. ഞാനൊരു ചുരുക്കം പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് പിന്നീട് ഡിസ്കഷൻ ചെയ്യാം. അത് എന്ന് വെച്ചാൽ ഒരു ഭാഗം തന്നെ ഭാഗവത്തിലുണ്ട്, എൻ്റെ പുസ്തകമുണ്ട്, അത് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ, കുറേ പേജുകളിലാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. എന്താണ് ഓരോ സ്റ്റെപ്പും ശങ്കരാചാര്യ ചെയ്തത്. അങ്ങനെയാണ് വേദത്തിന് തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാല് ശങ്കരാചാര്യര് പറഞ്ഞതല്ല അനുയായികൾ ഫോളോ ചെയ്തു. അതാണ് പ്രശ്നം പറ്റിയത്. മനസ്സിലായി? ശങ്കരാചാര്യ അത് കൊണ്ടുവന്ന് വന്നപ്പോ അതിനകത്ത് ചെറിയ ഒരു മാറ്റം വന്നു വെച്ചാൽ, മാറ്റമല്ല, വേദത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ വേദത്തിനകത്തുള്ള ഫലോദിഷ്ട കർമ്മങ്ങളിൽ നമ്മൾ പോയി കുരുങ്ങി. അതാണ് സംഭവിക്കുന്നത്. അത് മനുഷ്യ സഹജമാണ്. കാരണം നമ്മളൊരു റിസൾട്ട് ഓറിയന്റഡ് കാര്യത്തിൽ, ഒരു ഫ്രൂട്ട് കിട്ടുന്ന കാര്യത്തിലേക്ക് നമ്മുടെ തല പോകും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി അതാണ് ആ 15.15 പറയുന്നുണ്ട്, വേദങ്ങളിലൂടെ അറിയേണ്ടത് എന്നെ തന്നെയെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാ വേദത്തിലൂടെയും ഭഗവാനെയാണ് അറിയേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? ഭഗവാനെ അറിയാൻ പോണതിന് പകരം വേദത്തിലൂടെ നമ്മൾ എന്തൊക്കെ ആചാരങ്ങൾ ഫോളോ ചെയ്ത് ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് പറയുമ്പോൾ ആ കിട്ടുന്നതിലേക്ക് നമ്മൾ പോകും. അതാണ് നമുക്ക് സംഭവിച്ചത്. അതാണ് ആചാരങ്ങൾ വരുന്നത്. ഇതൊരു എല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ കൂടിയാണ്. അപ്പൊ ഭഗവത്ഗീത പോകുന്നതും ഭഗവത്ഗീത മെയിനായിട്ട് പോകുന്നത് വെച്ചാൽ അതിന്റെ ആ കറക്റ്റ് പാതയിലൂടെയാണ് പോകുന്നത്. നമുക്ക് പക്ഷെ നമ്മള് യൂസ്ഡ് ആയിട്ടുള്ളത് ഈ ഒരു ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ആയതുകൊണ്ട്, ഈ
കർമ്മകാണ്ഡത്തിൽ കിടക്കുന്നത് കൊണ്ട്, കർമ്മയോഗമല്ല കർമ്മകാണ്ഡം, കർമ്മകാണ്ഡത്തിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ കർമ്മം എപ്പോഴും കാമകർമ്മം, നിഷ്കാമമല്ല, നമ്മൾ ഫ്രൂട്ടീവായിട്ടുള്ള സകാമകർമ്മത്തിലാണ് നമ്മൾ കിടക്കുന്നത്. എപ്പോഴും നമുക്കൊരു റിസൾട്ട് വേണം. അതാണ് നമ്മുടെ ഒരു ശൈലി. അങ്ങനെയല്ലേ, നമ്മൾ ജോലി ചെയ്താൽ കൂലി വേണം എന്ന് പറയുന്ന രീതിയിലല്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു കയ്യടി കിട്ടണം എന്നൊരു ആഗ്രഹം അല്ലെ, നമുക്കൊരു ആഗ്രഹമുണ്ട് എപ്പോഴും അല്ലെ. ഇപ്പൊ നിങ്ങൾ തിരുവാതിര കളിക്കാൻ നിങ്ങൾ പോയിട്ട് തിരുവാതിര കളിക്കുമ്പോൾ അവിടെ ആരും ഇല്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് തിരുവാതിര കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും? ഇല്ല. എന്തുകൊണ്ടില്ല? തിരുവാതിര കളിക്കുമ്പോൾ നിങ്ങൾ വിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാ കളിക്കുന്നല്ലേ, ഭഗവാൻ കണ്ടാ പോരെ. പക്ഷെ എന്താ വെച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാനാവില്ല. കാരണം നമുക്ക് ആ ഒരു റിട്ടേൺ നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ 13ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നമ്മള് 13 നമ്മൾ പഠിക്കും 26 ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ നമുക്ക് ഒരിക്കലും നമ്മൾ വേണ്ടാത്തൊരു ക്വാളിറ്റിയാണ് അത്. നമ്മൾ ഒരിക്കലും ബഹുമാനം പ്രതീക്ഷിക്കരുത് എന്ന് പറയും. ഒരാൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇതൊക്കെ നമ്മൾ വരും ഇനി. അതാണ് ക്വാളിറ്റീസ് ഒക്കെ അക്വയർ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സ്ഥിതപ്രജ്ഞൻ, സ്റ്റഡി മൈൻഡിലേക്ക് വരുന്നത്. നമുക്ക് ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും കയ്യടി വേണം. നമ്മളൊരു കാര്യം ചെയ്താൽ നമുക്ക് ഒരാൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയണം. പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ഒരു വിഷമം കിടക്കും. ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരാനായിട്ടാണ് അതെല്ലാത്തിനും നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാലേ നമ്മൾ ഈ ഒരു സത്വഗുണത്തിന് മുകളിലേക്കുള്ള ശുദ്ധ സത്വത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ. അത് പോസിബിൾ ആണെന്ന് ചോദിക്കും, തീർച്ചയായും പോസിബിൾ ആണ്. പ്രാക്ടീസിലൂടെ നമുക്കത് പോസിബിൾ ആണ്. അപ്പൊ നമുക്കിതെല്ലാം ഈ ദ്വൈതം അദ്വൈതം ഇതെല്ലാം മനസ്സിലാവും. ഇവിടെ ദ്വൈതവും അദ്വൈതവും ഒന്നുമല്ല. ഇതില് നമ്മളിപ്പോ ഒന്ന് അചിന്ത്യഭേദ അഭേദമാണ്. അതായത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതായത് എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മളിപ്പോ പണ്ട് കണ്ടില്ലേ, വൈഷ്ണവരെന്ന് പറഞ്ഞിട്ട് ശൈവരെന്നൊക്കെ പറഞ്ഞിട്ട് വെട്ടിക്കൊലപാതകങ്ങളൊക്കെ നടന്ന കാലഘട്ടങ്ങളുണ്ട്. ഇപ്പോഴും വഴക്കും ബഹളങ്ങളുണ്ട്. വൈഷ്ണവരാണ്, ശൈവരാണ്. പക്ഷെ അതെല്ലാം നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതെല്ലാം ഇപ്പോ ഭഗവത്ഗീത യഥാർത്ഥ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഒറ്റ പോയിന്റിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ ഈ ബഹുശാഖാ ബുദ്ധിയിൽ നിന്നും നമ്മൾ ഒരൊറ്റ പോയിന്റിലേക്ക് ബുദ്ധി വന്നു കഴിയുമ്പോൾ ഭയങ്കര, ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, അതിനെ ഒരു നെഗറ്റീവിൽ എടുക്കരുത്. ഇപ്പൊ നമ്മള് പല അമ്പലങ്ങളിൽ പോയി പല ദൈവങ്ങളെ ആരാധിച്ച് പല വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ. ഒരു സെൽഫ് ഇവിടെ ചിന്തിക്കണമെന്നില്ല. എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് എവിടെയെങ്കിലും ഒരു പൂർണ്ണത വരുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു സംതൃപ്തി ഉണ്ടോ? നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് അയ്യോ അത് ചെയ്യണം, അതിൽ മറ്റയാളെ പറഞ്ഞത് അവിടെ പോയി ഒരു വഴിപാട് ചെയ്താൽ അന്ന് അത് പോയി ചെയ്തു. ആലോചിച്ചു, നമുക്ക് ഈ ജന്മത്ത് നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഇന്ത്യ പോട്ടെ, കേരളം പോട്ടെ, പറവൂരിലുള്ള എല്ലാ സ്ഥലത്തും പോയിട്ട് സകല ദൈവങ്ങളെയും കൃത്യമായിട്ട് ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ച് നമുക്കൊരു പൂർണ്ണതയിൽ എത്താൻ പറ്റുന്നു ഇല്ല. അപ്പൊ നമുക്ക് അവിടെയൊക്കെ ഒരു അസംതൃപ്തി നിൽക്കുന്നുണ്ട്. അതിന് പകരം അതാണ് ഭഗവാൻ പറയുന്നത്, വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട് 7ാമത്തെ അധ്യായത്തിൽ. അതിന് പകരം നമ്മളൊരു ഒറ്റ ഫോക്കസിലേക്ക് ചിന്തിച്ചു നോക്കി, ഒരു സ്ഥലത്ത് ഒരു പോയിന്റിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഒരു വലിയ മരം അല്ലെങ്കിൽ ഒരു ചെടിയുടെ വേരിൽ വെള്ളം ഒഴിക്കണയാണോ അതോ അതിൽ മുഴുവൻ അതിന്റെ ഫ്രൂട്ട് ഉണ്ട്, കായുണ്ട്, ഇലയുണ്ട്, തണ്ടുണ്ട്, അതിന്റെ സ്റ്റെം ഉണ്ട്, എല്ലായിടത്തും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എവിടെയാണ് വെള്ളം ഒഴിക്കേണ്ടത്? വേരിൽ വെള്ളം ഒഴിച്ചാൽ മതി. അത് അതിന് വേണ്ട എല്ലാം എല്ലായിടത്തേക്ക് എത്തും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ശരിക്കും നമ്മുടെ കൺസെപ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ സുപ്രീമിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വേണ്ടത് കിട്ടും. നമ്മൾ ചിലപ്പോൾ അയ്യോ അവിടെ നമ്മൾ തൊഴുതു, അവിടെ ഒരു രൂപ ഇട്ടു, അയ്യോ ഇനി ഇവിടെ പൈസ ഇട്ടില്ല, 1 രൂപ തരുമോ ഇവിടെ ഇടാൻ, ഇനി അദ്ദേഹത്തിന് ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത പോകുന്നത്. നമ്മൾ വളരെ ഭൗതിക ചിന്തയല്ല. അങ്ങനെയല്ല. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് എല്ലായിടത്തും 10 ചില്ലറ എടുത്തു 10 സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ 11ാമത്തെ ഇവിടെ ഇടാൻ പറ്റും, ഇനി അദ്ദേഹത്തിന്റെ കോപം ഉണ്ടാവും, പേടിച്ച് നടന്നിട്ട് ഒരു കോപം എന്താണ് ഇനി അതുകൊണ്ടാണ് ഞാൻ അവിടെ കോയിൻ ഇട്ടില്ല എന്ന് പറയും. ശരിയല്ല, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത്. അതിൻ്റെയൊന്നും അങ്ങനെയല്ല നമ്മുടെ ചിന്ത പോകുന്നത്. ഇതെല്ലാം നമ്മൾ പോയി വീഴുന്ന ഓരോ തലങ്ങളാണ്. നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്തു വരാനാണ് ഭഗവത്ഗീത. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ അങ്ങനെയല്ല പോകുന്നത്. നമ്മൾ ഒറ്റ പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ്. അപ്പൊ നമുക്ക് ദ്വൈതവും അദ്വൈതവും അചിന്ത്യഭേദ അഭേദവും എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിൻ്റെയൊക്കെ മുകളിലേക്ക് നമ്മൾ വരും. മനസ്സിലായില്ലേ? നമ്മൾ അതിനെയൊക്കെ മുകളിലൊരു തത്വത്തിലേക്ക് വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. അതാണ് ശരി. അത് റിയാലിറ്റി നടക്കണ കാര്യമാണ്. ഭഗവത്ഗീത പഠിക്കുമ്പോൾ അത് നടക്കണ കാര്യം. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ 8 മണിക്കൊരു ക്ലാസ്സിലോട്ട് കയറണം. ഹരേ കൃഷ്ണ.